Praise the Lord with love and joy. Welcome to Faith Home. Hallelujah. Hallelujah. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അത്ഭുത രോഗശാന്തി, ഭൂതശാന്തിയും രോഗശാന്തിയുമാണ്. ഈ നാളുകളിൽ പൊതുവെ ഭൂതശാന്തിയും രോഗശാന്തിക്കും അനുകൂലവും പ്രതികൂലമായി വലിയ ചർച്ചകൾ നടക്കുന്നൊരു കാലമാണ്. പെന്തിക്കോസ്തിൻ്റെ ആരംഭം നമുക്കറിയാം. ഒരുപാട് ഭൂതങ്ങൾ മനുഷ്യരിൽ നിന്ന് പുറത്തായൊരു സമയമുണ്ടായി. ബൈബിൾ തന്നെ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ലീജിയൻ എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യത്തിൻ്റെ ഒരു ബറ്റാലിയൻ. ആ ബറ്റാലിയനാണ് ലീജിയൻ. അത് 2000 പേര് 3000 പേരുള്ള, എനിക്ക് തോന്നുന്നു റോമൻ സൈന്യത്തിലെ ലീജിയൻ 2000, ഗ്രീക്ക് ബറ്റാലിയൻ 3000 ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിശാച് പിടിച്ച മനുഷ്യൻ്റെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന സമയത്തിൽ 3000 പന്നികളോളം, ഓരോ പന്നിയിൽ ഓരോ പിശാച് കയറി, ഇതിന് മാത്രം പിശാച് ഒരു മനുഷ്യൻ പ്രവർത്തിക്കരുത്. നമുക്ക് തന്നെ അത്ഭുതമാണല്ലേ. ഞാൻ മദ്രാസിൽ അടയാറിലെ എൻ്റെ ട്രെയിനിങ് സമയത്ത് അതൊരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഒരു വിശേഷിക്കപ്പെട്ട സഹോദരനായിരുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ എത്രയോ അധ്യായങ്ങൾ തെറ്റുകൂടാതെ താൻ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ ബൈബിളിൽ ചില പുസ്തകങ്ങളൊക്കെ. ഇദ്ദേഹത്തിൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ ലജിയോൻ പോലെ ഒരു പിശാചിൻ്റെ സമൂഹം തന്നെ വസിച്ചിരുന്നു. കല്ലറുകളൊക്കെയാണ് പോയത്. ശിവത്തേരിലെ കല്ലറിലാണ് കിടപ്പ്. ഇദ്ദേഹത്തിന് ഈ സ്പിരിറ്റ് വരുന്ന സമയത്തിൽ ട്രാൻസ്ഫോർമർ അടിച്ച് പൊട്ടിക്കും. നോക്കണം, തൻ്റെ ശക്തി അത്രയാണ്. കാരണം ട്രാൻസ്ഫോർമറാണ് ആ ദേശത്തിൽ ഏറ്റവും പവർ. ഇപ്പോൾ ഈ സാത്താനൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഈ പറഞ്ഞ സാത്താൻ പവറുള്ളതിന്, തന്നെക്കാൾ പവറെന്ന് കാണുന്നതിന് അല്ലെങ്കിൽ അതുപോലെ ഉള്ളതിന് തകർക്കാൻ അങ്ങനെ ഒരു ആത്മാവായിരുന്നു. അങ്ങനെ പല ട്രാൻസ്ഫോർമറുകൾ അടിച്ച് തകർത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ളതായ പ്രവൃത്തി ഗവൺമെൻറ് അവസാനം ഓർഡർ ഇട്ട് ഇവരെ വെടിവെച്ച് വന്നേക്കാം. പോലീസുകാർ ഇവരെ തപ്പിപ്പോകുമ്പോൾ കിട്ടത്തില്ല. ഇവരിൽ വ്യാപിച്ച ആത്മാവെന്ന് പറയുന്നത് സെക്കൻഡ് കൊണ്ട് അവരെ അവിടുന്ന് മുക്കിയെടുത്തോണ്ട് പോകും. ഇതിവിടെ കാണും, നാളെ മദ്രാസിൽ കാണും, അല്ലെങ്കിൽ ഹൈദരാബാദിൽ കാണും. ഇങ്ങനൊരു ആത്മാവ് നടന്ന സംഭവം പറയുന്നു. തമിഴ്നാട് പോലീസ് വെടിവെക്കാൻ ഒരു ഓർഡർ ഇട്ട മനുഷ്യനാണ്. പക്ഷേ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആ പിശാച് തന്നിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് സുവിശേഷത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ഈ പിശാച് എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യരിൽ കയറിയ തൊന്തരം ഉണ്ടാക്കുന്ന പിശാചുകൾ വരുന്നുണ്ട്. എന്നാൽ ശക്തിയോടിയ പിശാചുകളുണ്ട്. നമുക്ക് വേദോസം പറയുമ്പോൾ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതെന്ന് പറയുന്നൊരു ഭാഗം. മറുഭാഗത്ത് നമുക്ക് പോരാട്ടമുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ ഒരു സഹോദരൻ വാഴമുട്ടം ബിനു, അദ്ദേഹം പിശാചുക്കളെയൊക്കെ ഓടിക്കാൻ കൃപയുള്ളവരാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പിശാചുക്കളെന്ന് പറയുന്ന ശക്തികളെയാണ് മറ്റു ചിലർ ആരാധിക്കുന്നത്. അവർക്കത് ദൈവങ്ങളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഭൂതശാന്തി വരവുള്ളവരിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പല പേരുകൾ പറയാറുണ്ട്. ഞങ്ങളൊരിക്കലും മാവേലിക്കരയിലെ കല്ലുമല കുഞ്ഞുമൻ പാസ്റ്ററുടെ സഭയിൽ ഞാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. ഞങ്ങളിപ്പൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിശ്വാസിയായിരിക്കുമ്പോഴാണ് എന്നെ ആ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. ഞാൻ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചതിന് ശേഷം 8 കൃപാവരങ്ങൾ മാറി മാറി പ്രവർത്തിക്കുമായിരുന്നു ആ കാലങ്ങളിൽ. അപ്പോൾ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിലെല്ലാം ചില സമയത്ത് എന്നെയും വിളിക്കും. ഞാൻ പോകും. നമ്മുടെ TPMലാണ് സ്നാനപ്പെട്ടത്. ഇവിടുത്തെ സൺഡേ സ്കൂൾ ചുമതലയുണ്ട്. പക്ഷേ പ്രവർത്തനത്തിൽ ഇന്ത്യ എവരിയും ക്രൂസൈഡുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെ പല സ്ഥലത്തും പ്രവർത്തിക്കാൻ പോകും. അപ്പോൾ മാവേലിക്കരയിൽ അവർ ദിവസങ്ങളോളം ഉപവാസവും പ്രാർത്ഥനയിരുന്ന് പോകുമ്പോഴേ ഒരു സ്ത്രീക്കുള്ള പിശാചിളകി. പിശാചിളകി കഴിഞ്ഞപ്പോൾ ഈ ME ജേക്കബ് എന്ന് പറഞ്ഞ പാസ്റ്റർ, കുഞ്ഞോൻ പാസ്റ്റർ ഇതിനെ ചോദിച്ചു, നീ ആരാടിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ പിശാച് പറയാം, ഞാൻ കന്യാമറിയാമെന്ന് പറഞ്ഞു. പിശാച്
അത് യേശുവിൻ്റെ അമ്മയായി വന്നവരല്ല. അപ്പോൾ നിനക്കെങ്ങനെ കയറാനാണ്? അപ്പോൾ പറയാം, ഞാൻ മാരിയമ്മനാണ്. നോക്കണം, ഭദ്രകാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതെങ്ങനെ നോക്കും? രണ്ടിൻ്റെയും എൻ്റയർലി ഡിഫറൻസാണ്. അപ്പോൾ അവൾ പറയുക, ആ പിശാച് പറയാം, ഞാൻ ക്രിസ്ത്യാനികളെ മറിയത്തിൻ്റെ വേഷത്തിൽ, മറിയമല്ല കേട്ടോ, മറിയ വിശുദ്ധിയായിരുന്നു, അവർ ആ മറിയയിലെ വേഷത്തിൽ വന്ന് ക്രിസ്ത്യാനികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാരിയം എന്ന് പറയുന്ന കാളിയോ അതോ ആ വേഷത്തിലാണ് ഹിന്ദുക്കളെ ഞാൻ വഞ്ചിക്കുന്നത്. അപ്പോൾ നമ്മുടെ വഞ്ചനയുടെ ആത്മാവ്. അപ്പോൾ ദൈവം മനുഷ്യനെ, അല്ലെങ്കിൽ ശിക്ഷിതാവ് എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ, ദൈവം. അപ്പം പിന്നെ പിശാചുക്കൾ എങ്ങനെ ഉണ്ടായത്? പിശാചുക്കൾ നമ്മൾ പറയുമ്പോൾ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു വാക്യം വായിച്ചിട്ടുണ്ട്, വാക്യം പറഞ്ഞല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഏതാ വാക്യം? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചേ. വാഴ്ചകൾ നോക്കണം. അപ്പോൾ ഈ സാത്താന്യ ശക്തി എന്ന് പറയുന്നത്, നമ്മളതിനെ കൊമ്പും വെച്ച് കണ്ണും തള്ളി കറുത്ത് ക്രിസ്മസ് കരോളിന്, ഞങ്ങളെ പണ്ട് ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ ഞാനാണ് മാലാക. എൻ്റെ പേരപ്പൻ്റെ മകനാണ് പിശാച്. എനിക്കത് വയസ്സായിട്ട് 15 വയസ്സേ ഉള്ളൂ. ഈ പുള്ളിക്ക് 10-25 വയസ്സുണ്ട്. നല്ല ഉരുക്കനായ ഒരു മനുഷ്യനാണ്. പുള്ളിയാണ് ഈ കറുത്ത കോട്ടൊക്കെ ഇട്ട് പിശാചിൻ്റെ കൊമ്പുമൊക്കെ വെച്ച് വായിക്കകത്ത് മണ്ണെണ്ണ നിറച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പം തീപ്പൊട്ടി കുറച്ച് ഇതൊക്കെ തുപ്പും. അപ്പോൾ പിശാചിൻ്റെ വായിൽ നിന്ന് തീ വരുന്ന പോലൊക്കെ തോന്നും. ഞാൻ 12 മണി വരെയും മാലാഖയുടെ ഡയലോഗ് കറക്റ്റായിട്ട് പറയും. 12 മണിയുമ്പോൾ എനിക്ക് ഇത് പോകും, ഉറക്കക്ഷീണം വന്നോണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ മാലാഖയും പിശാചുമായിട്ട് കളിച്ച് കളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പിശാചിനെയല്ല നമ്മൾ കാണേണ്ടത്. വ്യക്തമായിട്ടും പിശാചിനെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കും. ഇവിടെ പറയുമ്പോൾ എന്തോ വായിക്കുന്നത് വായിച്ചേ, ഇല്ല, വാഴ്ചകളോടും. അപ്പോൾ ഒന്നാമതായി സാത്താനിക ലോകത്തിൻ്റെ ഒരു ശക്തിയാണ് വാഴ്ചകൾ. അടുത്തത് അധികാരങ്ങൾ. പിന്നെ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ. നോക്കട്ടെ, ഈ അന്ധകാരത്തിൻ്റെ റൂളേഴ്സ് ഓഫ് ദി ഡാർക്ക്നെസ് ഇൻ ദി വേൾഡ്, അതാണ് അധോലോക ശക്തി എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ അന്ധകാര ലോകാധിപതി. അടുത്തത് വിക്കറ്റ് ഫോഴ്സ് ഇൻ എയർ. നമുക്കറിയുന്ന സർക്കാരിന് തന്നെ ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവിയുണ്ട്, നേവിയുണ്ട്, ആർമിയുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിന് തന്നെ ദൂതന്മാരുടെ വൃന്ദങ്ങളിൽ 4 ഗ്രൂപ്പുണ്ടായിരുന്നു. ഒന്ന് വാഴ്ചകൾ, വാഴുന്ന ശക്തി, അധികാരമുള്ളതായ ദൂതന്മാർ. 2 അധികാരശക്തിയുള്ളവരാണ്. ഒരു ദൂതൻ സമുദ്രത്തിന് നേരെ ഇന്ന് കണ്ടില്ലേ, വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ. അതുപോലെ തന്നെ അസീറിയ രാജ്യത്തിൽ ഒരു ദൂതൻ ഇറങ്ങി 1,86,000 പേരെ ഒറ്റ രാത്രി കൊന്നതാണ്. അപ്പോൾ അധികാരശക്തിയുള്ളതായ ദൂതന്മാരുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, അതാണ് വലിയ പോസ്റ്റുകൾ. അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ പോസ്റ്റുകളിലേക്ക് നടത്തപ്പെടുന്നത്. പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ അടുത്തത് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, വിക്കറ്റ് ഫോഴ്സസിൻ്റെ എയർ. ആ എയർ അത് പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. നോക്കണം, ഈ 4ാമത്തെ ശക്തി മനുഷ്യൻ്റെ മനസ്സിലാണ്. അതും അധികമായി പ്രവർത്തിക്കുന്നത് ദൈവമക്കളുടെ ഇടയിലാണ്. അപ്പോൾ ഈ 4 ശക്തികൾ ലോകത്തിലുണ്ട്. ആ 4 ശക്തികളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ നോക്കണം. അവിടെ സറാഫികൾ എന്ന് പറയുന്ന ആരാധന വൃന്ദങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു കൂട്ടം സറാഫികൾ അവർ കാണുന്നു, ദൂതന്മാർ. 28-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നെ തീർത്ത നാളിൽ നിനക്ക് രത്നക്കല്ലുകൾ കൊണ്ടാണ് ഇതിനെ തീർത്തത്. അത് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ശരീരത്തിൽ നിന്ന് സംഗീത രാഗങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സൃഷ്ടിയായിരുന്നത്. ആരാധന പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ഏഞ്ചൽസ്. ഒന്ന് വായിച്ചു തന്നു. എസെക്കിയേൽ 12-ാം അധ്യായം 13-ാം വാക്യം. നീ ദൈവത്തിൻ്റെ തോട്ടമായ 28-ന്റെ 13. മതി, അത് പിന്നീട് വായിച്ചാൽ മതി. വായിക്കാൻ താല്പര്യമുള്ളവർ എസെക്കിയേൽ 28-ാം അധ്യായത്തിൽ വായിച്ചാൽ. നിന്നെ തീർത്ത നാളിൽ
അതെന്തുവാ? അതാണ് നമ്മൾ ഈ പറയുന്ന പിയാനോസ് അല്ലെങ്കിൽ ഫ്ലൂട്ടുകൾ, ഈ രാഗങ്ങളെല്ലാം വരുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം മൾട്ടി സിസ്റ്റമാണ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നെ 12, 16 അല്ലെങ്കിൽ എത്രയോ അതിൽ കൂടുതൽ എല്ലാ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ ദൂതന്മാരെ തീർത്ത നാളിൽ തന്നെ ഇവരിൽ പറഞ്ഞ തടങ്ങളിൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സോടുകൂടി ശ്രദ്ധിച്ചതാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതാണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുമ്പോൾ ഇവരാണ് ഈ ആരാധന പർവ്വതങ്ങൾ. സിനിമാ ലോകത്ത് ഇപ്പോൾ നമുക്കറിയാം മോഹൻലാൽ അദ്ദേഹം സിനിമാ ലോകത്തിലേക്ക് വരുന്ന സമയത്തിൽ സിബി മലയിൽ എനിക്ക് പരിചയമുള്ളതാണ്. ഞങ്ങൾ ആലപ്പുഴയിൽ വളരെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഇടപെട്ടിട്ടുണ്ട്. താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ സുവിശേഷ പ്രവർത്തനവും പ്രസംഗമൊക്കെ ചെയ്തിട്ടുണ്ട്. സിബി മലയിൽ സംവിധായകൻ, ഏകദേശം മലയാള സിനിമയെ 42ഓളം സിനിമ സംവിധാനം ചെയ്ത വളരെ പ്രമുഖനായൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ മോഹൻലാൽ സിനിമയ്ക്ക് വരുമ്പോൾ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ ആണ്. ഞാൻ ആലപ്പുഴ പഠിക്കുന്ന സമയത്ത് ഉദയ സ്റ്റുഡിയോ ആയിട്ട് എനിക്ക് വളരെ കണക്ഷനുണ്ട്. 78-ലാണ് ഞാനും ആലപ്പുഴ പഠിക്കാൻ പോകുന്ന സമയം. അപ്പോൾ ആ സമയത്താണ് ഈ മോഹൻലാലും ആദ്യമായിട്ട് ഉദയ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സിബി മലയിൽ തനിക്ക് അഭിനയത്തിന് മാർക്ക് കിട്ടുക എത്രയെന്ന് 2 മാർക്കാണ് അല്ലേ? അതാൻ ചില പറയുകയും ചെയ്യും, 2 മാർക്ക്. ഞാനും അന്നത്തെ കാലത്തിലെ ഈ സിനിമാ ലോകത്തിലെ ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ എൻ്റെ ഉപ്പാപ്പൻ അച്ഛൻ അതിനുവേണ്ടി ക്രമീകരണമൊക്കെ ചെയ്തു. പുള്ളിയോട് പറഞ്ഞു, ഒന്നുകിൽ നീ അച്ഛനാകണം അല്ലെങ്കിൽ ഫിലിം ഡയറക്ടറാകണം. പുള്ളിയുടെ താല്പര്യം. ഞങ്ങളൊരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, നിർമ്മല തിയേറ്റേഴ്സ് ചേന്നഗിരി എന്ന് പറഞ്ഞ് ഒരു നാടക ട്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഈ അച്ഛനായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അതോ നിർഭാഗ്യവശാൽ എനിക്കറിയാം, ഞാനെന്ന് പറഞ്ഞ ചെറുപ്പം 14 വയസ്സേ ഉള്ളൂ, നീളമുണ്ട്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ സ്ത്രീകളെ നടികളായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടല്ല, ആരും അങ്ങനെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ കൊണ്ടുവരില്ല. അപ്പോൾ അവരെന്നെയാണ് സ്ത്രീ നടിയായിട്ട് 2 നാടകത്തിൽ, പ്രൊഫഷണൽ നാടകത്തിലേക്ക് അവർ സെലക്ട് ചെയ്തത്. CL ജോസിൻ്റെ അക്കൽദാമയിലെ സുമതിയോ അങ്ങനെ 2. അപ്പം അങ്ങനെ ഇരിക്കുന്നു. എനിവേ, അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ പോയിക്കൊണ്ട സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 78-ലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മോഹൻലാൽ എന്നതായി പറയുമ്പോൾ നമുക്കറിയാം, കണ്ടാൽ തന്നെ സോഡാ കുപ്പിയുടെ ഒരു പരുവത്തിലാണ്. കാഴ്ചയിൽ പ്രമുഖനല്ല. അഭിനയ മികവും തനിക്കങ്ങനെ പ്രാധാന്യം പറയാനൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് താൻ ഈ പറഞ്ഞ ഈ ലോകം, സിനിമാ ലോകം കീഴടക്കിയത്, താരചക്രവർത്തിയായി മാറാൻ കാരണം? അത് ഈ ഒരു ശക്തിയാണ്. ഇങ്ങനെയുള്ള നാടക കലാരംഗങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഈ ശക്തിയാണ്. ഈ 28-ാം അധ്യായത്തിലെ ദൂതന്മാരാണ് അവരെ പൊക്കിക്കൊണ്ട് വരുന്നത്. താനെ വില്ലൻ വേഷം പോയ സമയത്ത് പറയുന്നുള്ളൂ, വില്ലൻ വേഷം കേട്ട സമയത്ത് അമൃതാനന്ദമയുടെ മഠത്തിൽ പോയി സ്ഥിരം 10 പ്രാർത്ഥനകളുടെ സമയമായിരുന്നു. അപ്പോൾ ഈ ശക്തിയാണ് ഇവരെ സ്റ്റാർ വാരീസ് അല്ലെങ്കിൽ താരനേതാക്കന്മാരാക്കി മാറ്റുന്നത്. ഇനി മറുഭാഗത്തിൽ മറ്റൊരു ശക്തിയാണ് ലൂസിഫർ. അതാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ കാണുന്ന, അതാണ് ഈ ലോകത്തിൻ്റെ വാഴ്ചകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംഹാസനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന ശക്തിയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ നിങ്ങളെന്നെ ആരാധിച്ചാൽ, യേശുവിനോട് പിശാച് പറഞ്ഞില്ലേ, യേശു ഉപവാസം കഴിഞ്ഞ് വന്നപ്പം ഈ ലൂസിഫർ തന്നെ പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. അവന് വേറൊന്നും വേണ്ട. നോക്കണം, നീ എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ, കാരണം അവനറിയാം ഈ ഭൂമിയെല്ലാം ഒഴിഞ്ഞു പോകും, ഇതെല്ലാം വെന്തു പോകുന്നാലും ലൂസിഫറിനും അറിയാം. കാരണം ഇവൻ അന്ന് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്നവനാണ്. ദൂതന്മാരിൽ ഏറ്റവും മികച്ചവനായിരുന്നു ലൂസിഫർ. അവൻ്റെ പേര് തന്നെ അരുണോദയപുത്രനായ ശുക്ര എന്നാണ്. അപ്പോൾ ആ ലൂസിഫർ ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം മനസ്സിലാക്കിയവനാണ്. പക്ഷെ അവൻ നിഗളിച്ചപ്പോൾ, നിഗളമാണ് ഈ ദൂതന്മാരുടെ പാപം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏതാണ്ട് സംഭവമാണ്, അതിൻ്റെ ഒരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിൽ ഈ ശക്തിയാണ് പൊളിറ്റിക്സ് ലീഡേഴ്സിനോട്. പൊളിറ്റിക്സ് ലീഡേഴ്സ് മാത്രമല്ല, ഈ മതങ്ങൾ, അച്ഛന്മാർ, പാസ്റ്റർമാർ അല്ലെങ്കിൽ ഇവരെല്ലാം, ഇവർക്കും ഇവൻ ശക്തി കൊടുക്കും. ദൈവത്തിൻ്റെ കൃപയിൽ നന്യപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ആശാരിപദേശിയുടെ മകനോ ആരാണ്ട് ഒരാൾ പറഞ്ഞു കേട്ടില്ലേ, കഴിഞ്ഞ അത്രയും വർഷക്കാലം ഞാൻ ഈ ശുശ്രൂഷ ചെയ്തതും വേറൊരു ആത്മാവിലായിരുന്നു. നോക്കണം, വേറൊരു ആത്മാവിലായിരുന്നു. ഇപ്പോൾ താൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോഴാണ് അത് റിയലൈസ് ചെയ്തെന്ന് പറയുന്നത്. ശരിയാ, അവനും ഇതൊക്കെ ചെയ്യാം. ആ ശക്തിക്കും പ്രവചിക്കാനും അന്യഭാഷ പറയാനും അത്ഭുതം ചെയ്യാനുമൊക്കെ അതിന് കഴിയും. വായിച്ചേ 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അരുണോദയപുത്രനായ ശുക്ര 14
യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ മറ്റൊരു ദൂതവൃന്ദങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. വായിക്കാം. എന്തായിരുന്നു അവനുണ്ടായ വീഴ്ചയുടെ കാരണം? വ്യഭിചാരവാദമോ കൊലപാതകമൊന്നുമല്ല. പിന്നെന്താ? ഞാൻ നോക്കണം, അഹംഭാവം. അതാണ് സ്വയം, ഈഗോ. ഇവിടെയാണ് പാപത്തിൻ്റെ പ്രവേശനം. നിഗളം, സ്വയം നിഗളം എന്നൊക്കെ പറയുന്നത് അത് സൃഷ്ടിച്ച പാവമല്ല, അത് ഉണ്ടാകുന്നൊരു പാവമാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് വരാവുന്നൊരു പാവമാണ്. അതാണ് ദൂതന്മാർക്ക് വന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ സ്വർഗത്തിൽ കയറും. വായിച്ച്, എൻ്റെ സിംഹാസനം. അപ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ. അപ്പോൾ സിംഹാസനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയാണ് ഈ പറഞ്ഞ പോരാട്ടം, അല്ലെങ്കിൽ ഈ ലൂസിഫറിൻ്റെ ആത്മാവ്. ഞാൻ അവൻ്റെ സിംഹാസനത്തോട് വായിക്കാം. ഉത്തരദിക്കിൻ്റെ അതിർന്ന് പറഞ്ഞാൽ ഉത്തരദിക്കാണ് ദൈവത്തിൻ്റെ നഗരം. വടക്കോട്ട് നോക്കിയത് ഈ നമുക്ക് വടക്ക് നോക്കിയത്ര ആകർഷണം വടക്കിട്ടാണ്. അത് ബൈബിൾ പറയുന്നത്. ഉത്തരദിക്ക് എന്ന് പറഞ്ഞത് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അപ്പോൾ ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ ആകർഷത്തിലേക്കാണ് ഈ വടക്ക് നോക്കി യന്ത്രം കൂടെ നമ്മളെ സൂചന കേൾക്കുന്നത്. വടക്ക് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. സങ്കീർത്തനത്തിൽ ആ വാക്യമുണ്ടല്ലോ, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും 48 സർവഭൂമിയുടെയും ആനന്ദമാകും. സങ്കീർത്തനം 48-ന്റെ 2-ാം വാക്യം. ആനന്ദമാകും. ഇത് സ്പിരിച്വലേക്ക് വരുമ്പോൾ ആ ഉയരം എന്ന് പറഞ്ഞ പ്രതിഷ്ഠയെ കാണിക്കുകയാണ് കേട്ടോ. ദൈവത്തിന് വേണ്ടി എത്രമാത്രം നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ട് ജീവിക്കുന്നു, അത്രമാത്രം മനുഷ്യർക്കത് സൗരഭ്യം ആനന്ദമായി തീരും. അതാണ് പ്രതിഷ്ഠയുടെ ഉപദേശം എന്ന് പറയുന്നത്. ഈ പ്രതിഷ്ഠയുടെ ഉപദേശമാണ് യേശു ശിഷ്യന്മാർ കൊടുത്തത്. അത് പിന്നെ പറയാം. ഇവിടെ ഉത്തരഗിരിയായ സിയോ, അതുകൊണ്ടാണ് വടക്കോട്ടുള്ളതായ ആ ആകർഷണം. അപ്പം ഉത്തരദിക്കിൻ്റെ സമാഗമന കൂടാരത്തിൽ ഞാൻ ഇരുന്നാണ്. സമാഗമനം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ഇതായിരുന്നു അവൻ്റെ ആഗ്രഹം. ഇവൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം കയറിയപ്പോഴേ അവൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഭാവിക്കേണ്ടതിന് മീതെ ഒരിക്കലും ഭാവിച്ചു പോകരുത്. അത് ഈ സ്പിരിറ്റാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇടയ്ക്ക് നമുക്കെന്തോ സംഭവമാണ്, നമുക്കതുകൊണ്ട് അറിയാം എന്നൊക്കെ തോന്നുന്ന, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആത്മീയരെയും ഈ രാഷ്ട്രീയക്കാരെയൊക്കെ വീഴിക്കുന്നത് ഇങ്ങനെയാണ്. വായിക്കാം. സമനാകും. കാരണം അതിന് മേളിൽ പോകാൻ അവനെ സാധിക്കത്തില്ല. അവൻ്റെ ആഗ്രഹം നോക്കി അത്യുന്നോട് സമനാകും എന്നല്ലോ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്. അങ്ങനല്ലേ വായിച്ച്? അപ്പൊ ഹൃദയങ്ങളെ വിചിന്തനം ചെയ്യുന്നവനായ ദൈവത്തിന്, ഉൾപ്പോളെ മനസ്സിലാക്കുന്ന ദൈവത്തിന് യവൻ്റെ പാപത്തിൻ്റെ ആ ഉറവിടം മനസ്സിലാക്കി. പണ്ടൊക്കെ നമുക്കറിയാം, വലിയ ഭൂകമ്പവും സൈക്ലോൺ കൊടുങ്കാറ്റൊക്കെ അടിക്കിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെയാണ് അനേക ആയിരങ്ങൾ ചാകുന്നതല്ല. ഇന്നിപ്പോൾ അതല്ല, ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അറ്റ്ലാന്റിക്കിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിനോട് ചേർന്ന് ഒരു ആഴത്തിൽ ഒരു ചുഴി, ഒരു ന്യൂനമർദ്ദം ഉണ്ടാകും, നമ്മുടെ ചെറിയൊരു പ്രഷർ ഉണ്ടാകുന്ന പറയുന്നത്. ചെറിയൊരു പ്രഷർ അത് ഇത്ര ദിവസത്തിനും ഇത്ര ശക്തിപ്പെടും. അതതിന് ശേഷം ഇത്ര കിലോമീറ്റർ, 250 കിലോമീറ്റർ സ്പീഡിൽ കൊടുങ്കാറ്റടിക്കുമെന്ന് നേരത്തെ പ്രവചനം നടത്തി കഴിയും. പണ്ടതില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പല സൈക്ലോണെല്ലാം നമ്മൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം. ഇതുപോലെ ഈ ദൂതന്മാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ പ്രഷർ, നിഗളം ദൈവത്തിന് മനസ്സിലായി. നാളെ അത് റിസൾട്ടിലേക്ക് വരുന്നതിന് മുമ്പേ അവരെ അവിടെ നിന്ന് താഴ്ത്തി കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ ദൂതന്മാരിൽ ഒരു കൂട്ടർ ഈ വീഴ്ചയിലേക്ക് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഒന്നായിരുന്നല്ലോ, 1964 തോന്നുന്നു. അത് രണ്ടായി. അതിനകത്തൊരു തീവ്രവാദ സംഘം എഴുന്നേറ്റ് കമ്മ്യൂണിസ്റ്റ് CPIയുടെ ആ ചില ഇതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തീവ്രവാദമായ ഒരു ശക്തിയോട് കൂടി ഉണ്ടായതാണ് CPM. അപ്പോൾ എല്ലാ കാലത്തിലും ഈ ഡിവിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോൺഗ്രസ് കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ സ്പിരിറ്റുകളാണ് വർക്ക് ചെയ്യുന്നത്, അധികാരവും ശക്തിയും. അങ്ങനെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ഭരണകർത്താക്കന്മാരിലും സഭാ നേതാക്കന്മാരിലും വസിക്കുന്ന ഒരു ശക്തിയാണ്. അവൻ വളരെ തന്ത്രപരമായിട്ട് നമ്മളെ ഈ പറഞ്ഞ പോലെ നിന്നെ ദൈവത്തെ പോലെ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിക്കും. ഞാൻ തിരുവണ്ണാമല, വെല്ലൂർ അടുത്ത് തിരുവണ്ണാമലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ശക്തി ഒരു ദിവസം ഈ സാത്താൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനന്ന് ആത്മീയമായിട്ട് കുറേ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. തമിഴ് ഭാഷയിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയാം. നല്ലൊരു മിനിസ്റ്റർ നടക്കുകയാണ്.
അപ്പോൾ സാത്താൻ എന്നോട് പറഞ്ഞു, നീ ഈ TPM അന്ന് CPM ആണല്ലോ, ഈ CPM നീ വേല ചെയ്തുകൊണ്ടിരുന്നാൽ നിനക്ക് ഇവിടുന്ന് തന്നെ ഒരുപാട് മനുഷ്യർ നിനക്ക് എതിരായിത്തീരും. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രവൃത്തി ഈ TPM ചെയ്യാൻ കഴിയത്തില്ല. സാധാരണ പറയും, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, സ്വതന്ത്രമായിട്ടൊരു സുവിശേഷ പ്രവർത്തനം ആരംഭിക്കണം. നിനക്ക് 2-3 ഭാഷകളൊക്കെ സംസാരിക്കാൻ പ്രസംഗിക്കാനൊക്കെ അറിയാം. നീ ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു സുവിശേഷകനായിട്ട് മാറും. അതിലൊരാളെ എടുത്തു കാണിച്ചു. അയാൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് ഞാൻ നിന്നെ ഈ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയ സുവിശേഷകനായിട്ട് മാറ്റും. തൊട്ട് പിന്നാലെ ഒരു ആംഗ്ലിക്കൻ ലേഡി, അവരുടെ മകൻ മരിച്ചുപോയി. എന്നെ കണ്ടപ്പോൾ അവർക്ക് സ്വന്തം മകനെ പോലെ തോന്നി. കുറച്ച് ദിവസം നമ്മുടെ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടു. തനിക്ക് കുറച്ച് സ്വത്തുണ്ട്, ബാങ്കിൽ 8 ലക്ഷം രൂപ ഉണ്ട്, ആരുമില്ല. എന്നോട് നിങ്ങൾ എൻ്റെ മകനാണ്, എൻ്റെ സ്വത്തെല്ലാം ഞങ്ങൾക്ക് എഴുതിത്തരാം. ഇനി അതുമാത്രമല്ല, അപ്പോൾ തന്നെ ഒരു പുതിയ ഫാമിലി, ഒരു എഞ്ചിനീയറുടെ കുടുംബം പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ പുതിയ ഫാമിലി വന്ന് നമ്മളുമായിട്ട് വളരെ ക്ലോസായി. എന്താ പറയുക, ഭയങ്കര സ്നേഹവും ബന്ധമായിട്ട് മാറി. 3 പിള്ളേരാണ്. അതിൻ്റെ മൂത്ത മോള് BSc പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ സാത്താനോട് പറയുക, അവളിപ്പോൾ സ്നാനപ്പെടും, എന്നിട്ട് നീ അവളെ കല്യാണം കഴിക്കണം. കുടുംബമായിട്ട് ഇന്ത്യയിൽ വേല ചെയ്ത് നീ അറിയപ്പെട്ടൊരു സുവിശേഷമായിട്ട് മാറും. നോക്കണം, ഈ സ്ത്രീക്ക് തന്നെ അന്നത്തെ കാലത്ത് 85 കാര്യം പറയുന്നത്, 84 അവസാനം 85 എത്രയോ ലക്ഷം രൂപ ആ സ്ത്രീയുടെ ബാങ്കിൽ കിടക്കുന്നു. ഒരു നല്ല കല്യാണാലോചന, ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു സുവിശേഷകൻ. പണ്ട് ഞാൻ സാധു സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകം വായിച്ച സമയത്ത് സാധു സുന്ദർ സിംഗിനോട് സാത്താൻ വന്ന് പറഞ്ഞു, നീ എന്നെ അനുസരിച്ച് വന്നാൽ നിന്നെ ഞാൻ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റുമെന്ന് പറഞ്ഞു. ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ സാധു സുന്ദർ പറഞ്ഞു, നീ അതിന് പരിശ്രമിക്കേണ്ട, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും എളിയ ദാസനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കാമെന്ന്. സാത്താൻ കോപം വന്നാണ്. ആ സാധു സുന്ദറിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ച കേട്ടോ. അപ്പോൾ സാധു സുന്ദർ, നീ നോക്കിയോ, ഞാൻ നിൻ്റെ ഉദയസ്ഥാനത്ത് നീ വരുന്നില്ലെങ്കിൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഞാൻ ഇന്ത്യയിൽ എഴുന്നേൽപ്പിക്കും. ലോകം അറിയപ്പെടുന്നവനായിട്ട് ഞാൻ അവനെ മാറ്റും. ശരിയല്ലേ? ഇപ്പോൾ സാത്താന് ചില കഴിവുണ്ട്. അവൻ ചില മനുഷ്യരെ കൊണ്ട് ചില ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. ലോകത്തിൽ, ദൈവരാജ്യത്തിലല്ല, ലോകത്തിലാണ്. അപ്പം ഞാൻ സാത്താൻ ഇതെല്ലാം കൂടെ ഓഫർ ചെയ്ത് തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് മനസ്സിലാക്കി മുട്ടുകുത്തി. അപ്പോൾ കർത്താവിന് നമുക്ക് സംസാരിക്കാനൊക്കെ ഫ്രീഡം ഉണ്ട്. ഞാൻ കർത്താവിന്, കർത്താവേ, സാത്താൻ ഇത്രയും ഓഫറിങ് തന്നിരിക്കുക, അപ്പോൾ കർത്താവ് എന്താ തരാൻ പോകുന്നത്? കർത്താവ് മേളിൽ തരണ്ടേ? ഒരാൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ യേശുവിൻ്റെ ശുശ്രൂഷനായിട്ട് ഞാൻ തുടർന്ന് പോകണമെങ്കിൽ കർത്താവ് എനിക്ക് അതിന് മേളിൽ ഓഫർ ചെയ്യണം. പ്രിയരെ, കർത്താവ് നോക്കി ചിരിച്ചോണ്ട് എന്നോട്, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ചിരിച്ചിട്ട് പറഞ്ഞു ഒരു വാക്യം എഴുതി കാണിച്ചു. ഇത് വായിച്ച് ഫിലിപ്പിയർ 3:10 വാക്യം. തിരുവണ്ണാമലയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എഴുതി കാണിച്ച വാക്യമാണ് ഫിലിപ്പിയർ 3:10. വായിക്കാം. അവനിൽ ഇരിക്കേണ്ടതിനും, നോക്കണം, യേശു ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്ന്. ഇതാണ് യേശു തന്ന വാക്യം. നോക്കിയേ, ഇത് മാത്രം ഡിഫറൻസ് ഉള്ളൂ. സാത്താൻ ഒരു ഭാഗത്ത് ഒരു വലിയ വാഗ്ദാനം തന്നു. തോട്ടത്തിൽ പറഞ്ഞു, ദൈവത്തെ പോലെ ആ ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു സുവിശേഷനായിട്ട് മാറും. നല്ലൊരു ഫാമിലി നിന്നൊരു പെൺകുട്ടിയെ കൂടെ അവൻ ആലോചിച്ചത്. കാരണം ആ വേലയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ. TPM പ്രതിഷ്ഠ വേലയല്ലല്ലോ മറ്റു വേല. അതിനുള്ള ഒരു കല്യാണാലോചന അവൻ ഉണ്ടാക്കി തന്നു. അത് ഈസിയായിട്ട് നടക്കുകയും ചെയ്യും. ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയുടെ സ്വത്ത് മുഴുവൻ അവരെനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വാക്യം എടുത്ത് ബൈബിൾ തുറന്നൊരു മൊത്തം കൊടുത്തു. കർത്താവ് ഇത് മതി, മുട്ടുകുത്തി. പിന്നീട് സംഭവിച്ചില്ലെന്നറിയാമോ? അടുത്ത ദിവസം വീണ്ടും ദർശനമല്ല, 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ക്ലോക്കിൽ ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു അന്ന് കോട്ടയം സെൻറ്ററിലുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് പാസ്റ്റർ കൊച്ചുണ്ണി പാസ്റ്ററാണ് കോട്ടയത്തിരിക്കുന്നത്. എൻ്റെ മുറിയിലേക്ക് വന്നു.
കട്ടിൻ്റെ അരികിൽ ഇവരോട് നിൽക്കുക. ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ ഈ ആത്മവിശുദ്ധയിലേക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ചിരിച്ചു, ഞാൻ നിൻ്റെ കോട്ടയത്തേക്ക് അയക്കാൻ പോവാം. എനിക്കാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കർത്താവ് പറഞ്ഞ് കോട്ടയത്തേക്ക് അയക്കാം. ഈ കൊച്ചുണ്ണൂർ പാസ്റ്റർ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കേരളം വേണ്ട, അവിടെ അത്രയും കഷ്ടവും ത്യാഗമൊന്നുമില്ല, എന്നെ നീ വടക്കേന്ത്യക്ക് അയക്കുക. ഞാൻ അവിടെ പോയി സുവിശേഷം അറിയിച്ച് രക്തസാക്ഷിയായി എനിക്ക് സ്വർഗത്തിൽ വരണം. കേരളത്തിൽ പോയ കുറേ സുഖവും സന്തോഷവും എല്ലാം കൂടുതലുള്ളതാണ്, അവിടെ നിന്ന് ഇത്രയും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നോർത്ത് ഇന്ത്യക്ക് എന്നെ അയക്കും, ഞാനവിടെ പോവാം, പോയി സുവിശേഷം അറിയിച്ച് രക്തസാക്ഷിയാകും. അപ്പം ഞാൻ മറന്നുപോയൊരു സംഭവം കർത്താവിനെ ഓർപ്പിക്കുകയാണ്. 1979 ഞങ്ങൾ അഭിഷേകം പ്രാപിച്ച സമയത്ത് നെടുമുടി പാലം പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്പാൻ വാർത്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ രാത്രി കാത്തിരിപ്പവും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞുകൊണ്ട് ആ പാലത്തിന് മേളിൽ കയറി 3-4 സഹോദരന്മാർ പ്രാർത്ഥിക്കും. അന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് 3-4 പുതിയ സഹോദരന്മാരുണ്ടായിരുന്നു. അന്ന് കോട്ടയം സെൻറ്ററിൽ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ കൂടെ വേല പോകുന്ന സമയം 78 ഓർത്തോണം, 78-79. ആ 78-ാം വർഷത്തിലാണ് പാസ്റ്റർ TV തോമസും പാസ്റ്റർ അവറാച്ചൻ പാസ്റ്ററും കൂടെ കോട്ടയത്തിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആകാശത്തു നിന്നൊരു വലിയ തീ ഇറങ്ങി, ഒരു ലൈറ്റ് കൂടെ ഇറങ്ങി, ലൈറ്റ് കെട്ടുപോയി. റൗണ്ടിൽ ആ ഫെയ്ത്ത് ഹോമിൻ്റെ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ കല്യാണിക്കുട്ടിയുണ്ട്, മറ്റു പലരും ഇവിടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റൗണ്ടിൽ, വലിയ റൗണ്ടിൽ എഴുതി കാണിച്ചു, ജീസസ് ഈസ് കമ്മിങ് സൂൺ, റിപ്പന്റ്. ഇതായിരുന്നു ആ നടുവിൽ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് CMS ബസ്സിൻ്റെ ഓണർ, കത്തോലിക്ക ഒരു ഫാമിലി വല്യമ്മ അവിടെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് വലിയ ഇഷ്ടമാണ്. അവർ നോക്കുമ്പോൾ ഈ വെളിച്ചം കണ്ടിട്ട് ബോധം കെട്ട് വീണു. അവരെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ കല്യാണിക്കുട്ടിയും ഇവരെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞു. അന്നാണ് നമ്മളുടെ ഉലഹന്നാൻ പാസ്റ്റർ ഡ്രൈവറായിരുന്നു, വിശ്വാസിയായ ഡ്രൈവറായിരുന്ന സമയത്ത് ഗൾഫിൽ പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുത്ത് റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം. പുള്ളി കുറച്ച് കർത്താവ് വരാറായി, പാസ്പോർട്ടും വലിച്ചു കയറി പുള്ളി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഏതായാലും കുറച്ച് നാളിന് ശേഷം ഞാൻ പുനരുപയോഗിച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സംഭവം ഒരു നോട്ടീസെല്ലാം ആ സംഭവങ്ങളിൽ അടിച്ചിറക്കിയായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വരും. അപ്പോൾ അന്ന് സാത്താൻ ഈ പറഞ്ഞ പോലെ കോട്ടയം വേലയെ പല വിധത്തിൽ മോശം പൊക്കിയൊരു സമയമായിരുന്നു. അത് ആ സമയത്താണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ ഞങ്ങൾക്കറിയാം, അവിടുത്തെ അന്തരീക്ഷം മനസ്സിലായി. ഞങ്ങളുടെ ഈ പാലത്തിന് വേണ്ടി കോട്ടയം വേല, ഇപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന പോലെ, ഈ കട്ടപ്പനയുടെ ഉത്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിടരുതേ, വീണ്ടും ഇതിന് ഉദ്ധരിക്കണമെന്ന് ഞങ്ങൾ ഈ 3-4 പേര് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശനിയാഴ്ച രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഞങ്ങൾ ടോട്ടലി 3-4 പേരുണ്ട്, 3-4 പേര്. അതെ, കുറേ നേരം ഞങ്ങളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സംഭവമുണ്ട്. ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിലിരിക്കുകയാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ തൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങ് എപ്പോൾ കയറി വന്നെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? നിങ്ങൾ കരയുന്ന വിഷയം തന്നെയാണ് എൻ്റെയും വിഷയം. ഞാൻ ഈ കോട്ടയം വേലയ്ക്ക് വേണ്ടി എത്രയോ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങ് ആരാ? പെട്ടെന്ന് ഫോം മറ്റൊരു മധ്യവയസ്കരെ പോലെ നല്ലൊരു മനുഷ്യനെ കണ്ടതാണ്. മാറിയിട്ടൊരു പ്രകാശ വലയത്തിൽ ആ ബോർഡർ ലൈറ്റ് കണ്ടുകൊണ്ട് ഞാൻ മുഖം തേജസ് കാണുകയാണ്. കർത്താവായ യേശുവായിരുന്നു. യേശു പെട്ടെന്ന് നല്ല ഗർജിക്കുന്ന സ്വഭാവം ഇതിൽ പറഞ്ഞു, ഞാൻ ഈ കോട്ടയം വേലയെ നവീകരിക്കുന്നൊരു സമയം വരും. ഈ കോട്ടയം വേലയെ ഞാൻ നവീകരിക്കുന്ന സമയം വരും. അന്ന് നീ എൻ്റെ കൂടെ സുവിശേഷ വേല ഇവിടെ ചെയ്യുമെന്ന്. എവിടെ? കോട്ടയത്ത്. ഞാനത് വേലയ്ക്ക് പോലും ഇറങ്ങിയിട്ടില്ല. വിശ്വാസി വന്നിട്ട് 1 വർഷം പോലും ആയിരുന്നു, ചില മാസങ്ങളെ ആയുള്ളൂ. നീ എൻ്റെ കൂടെ കോട്ടയത്ത് വേല ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ 81-ൽ സുവിശേഷ വേല കോട്ടയത്ത് തന്നെ വേലയ്ക്ക് എടുക്കുമ്പം ആ കോട്ടയം വേലയുടെ അവസ്ഥ ഞാൻ പറയുന്നത്, ചീഫ് പാസ്റ്ററും പാസ്റ്റർ TV തോമസും 2 പേരും പറഞ്ഞു, ഈ കോട്ടയത്തേക്ക് കാലുകുത്തി കേൾക്കരുത്, നേരെ മദ്രാസിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അന്ന് ആ സമയത്ത് ആ കോട്ടയം വേല അങ്ങനെ പിശാചിന് വലിയ പോരാട്ടം നടത്തിയ സമയമായിരുന്നു. നേരെ മദ്രാസിൽ പൊക്കോളാൻ വന്നേക്കാൻ പറഞ്ഞു. നോക്കണം, ഒരു സെൻറ്ററുകാർ ഒരു പ്രാർത്ഥന വയ്ക്കാൻ പോലും ചീഫ് പാസ്റ്റർ അനുവദിച്ചില്ല. നിങ്ങൾ അവിടുത്തെ ഉപദേശികൾ പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങോട്ട് നേരെ ട്രെയിൻ കയറി പോരാൻ പറഞ്ഞു. അപ്പോൾ കോട്ടയത്തേക്ക് പോലും കാലുകുത്തരുന്ന് പറഞ്ഞ് എന്നെ 5 വർഷം കഴിഞ്ഞപ്പോൾ തിരുവണ്ണാമല വെച്ച് കർത്താവ് പറയുന്നത് ഞാൻ കോട്ടയത്തേക്ക് അയക്കാൻ പോകുന്നു.
അപ്പോൾ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, കർത്താവിനെ ഓർപ്പിച്ചു, ഞാൻ നിന്നോടൊന്ന് സംസാരിച്ചല്ലോ, ഈ കോട്ടയം വേല ഞാൻ നവീകരിക്കുന്ന സമയം നീ എൻ്റെ കൂടെ കാണും, ആ സമയം വന്നിരിക്കുകയാണ്. അന്ന് നിങ്ങൾക്കറിയാം 84, 85 സമയങ്ങളിൽ സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ പേരുമാറ്റത്തോടു കൂടി ഉണ്ടായ ചില ഭൂകമ്പങ്ങളൊക്കെ അറിയാമല്ലോ. ആ സമയത്താണ് പ്രവാചകൻ വർഗീസ് പാസ്റ്റർ, അത് ഏലിയാവിൻ്റെ ആത്മാവുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവിനെ അയക്കുമെന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ മേലെ ഏലിയാവിൻ്റെ ആത്മാവുണ്ടായിരുന്നു. പാസ്റ്റർ KC വർഗീസ് ഏലിയാവിൻ്റെ ആത്മാവുള്ള മനുഷ്യനായിരുന്നു. താൻ വാതുറന്നൊന്ന് പറഞ്ഞാൽ അറിയാതെ പറഞ്ഞു, നീ ഇപ്പം തീരും എന്ന് പറഞ്ഞാൽ അന്നേരം തീരും. അങ്ങനെ എത്ര എണ്ണം ചത്തുണ്ടോന്ന് അറിയാം. അയ്യോ, അതെല്ലാം പുള്ളി മരിക്കുന്നതിന് പേറ്റ് പറഞ്ഞു കേട്ടോ. എത്ര എണ്ണം. ഒരിക്കൽ ബാംഗ്ലൂരിൽ ഒരു ഫെയ്ത്ത് ഹോമിൽ വെച്ച് ആൾക്കാർ കല്ലെറിഞ്ഞു. ഇദ്ദേഹം ആത്മാവിനെ കൂടി എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഒരു പിടി കല്ലെടുത്തു, മണ്ണെടുത്തു. തനിക്ക് ആ എലിയാവെന്ന് പറഞ്ഞ പഴയ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. മണിക്കൂറിനകം ആ വ്യക്തി എത്തും, മറ്റുള്ളവരൊക്കെ വിശ്വാസം വരികയും ചെയ്തു. ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രവാചകൻ പഠിച്ചത്. അദ്ദേഹത്തെ കോട്ടയം വേലയ്ക്ക് അയക്കുകയും താൻ ഈ കോട്ടയം വേലയിൽ വന്ന് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പ്രിയരെ കുറേ വേലക്കാർ ഇവിടുന്ന് സുവിശേഷകരെ വിട്ടുപോയി. കാരണം അവർ ഈ പറഞ്ഞ പോലെ സാത്താൻ്റെ പിടിയിലായിപ്പോയി, വില വിട്ടുപോയി. വേറെ ചിലർക്ക് ഈ സെൻറ്ററിൽ വേല ചെയ്യാൻ കഴിയാതെ അവരവരുടെ സ്വന്തം സെൻറ്ററിലേക്ക് മാറിപ്പോയി. ആ സമയത്താണ് ഞങ്ങളെ അവിടുന്ന് എല്ലാം ഇങ്ങനെ ദൈവം കളക്ട് ചെയ്ത് കുറേ പുതിയ ടീമിനെ കൊണ്ടുവന്ന് കോട്ടയത്താക്കുകയും കോട്ടയത്തൊരു ഉണർവിൻ്റെ സമയമായിരുന്നു. അത് ഉദാഹരണമാണ്. ഇപ്പോൾ ലിങ്കൻ്റെയൊക്കെ സഭയായിരുന്നല്ലോ പട്ടംകൊള്ളി. 20-ലധികം പേര്, ഒരു വർഷം തന്നെ 17 പേര് സുവിശേഷ വേലയ്ക്ക് പ്രതീക്ഷിച്ചു. 20-22 പേര് 2 വർഷത്തിനും 3 വർഷത്തിനകം വേലയ്ക്കിറങ്ങി, പല വേലകൾ സ്ഥാപിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഒരു ഭാഗം നടക്കുമ്പോൾ തന്നെ സാത്താൻ മറുഭാഗത്ത് പ്രവർത്തിക്കും. അപ്പോൾ ലൂസിഫർ മറ്റൊരു ശക്തിയാണ്. മറ്റൊന്നാണ് വാഴ്ച കാത്തുകൊള്ളാത്ത ഒരു ദൂതൻ ഗുണമുണ്ട്. യൂദായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവരെ അന്ധതമസ്സിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, യൂഫ്രട്ടീസ് നദിയിൽ 4 ശക്തികളെ ബന്ധിച്ചിട്ടുണ്ടെന്നാണ്. അത് ഈ വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരെ അവിടെ ബന്ധിച്ചിരിക്കുന്നതാണ് ചിലരുടെ അഭിപ്രായം. വായിച്ച് യൂദാ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. മറ്റൊന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ 16-ാം അധ്യായത്തിലാണ് തുല്യം. അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ യൂഫ്രട്ടീസ് നദിയിൽ കീഴിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ ശക്തി അഴിച്ചുവിടുന്ന സമയം അതാണ്. അത് പോയി എല്ലാവരെയും വളഞ്ഞ് ക്രിസ്തുവിനെതിരായിട്ട് നിർത്തുന്നൊരു ഭാവമുണ്ടല്ലോ. 16-ലാണോ വെളിപ്പാട് പുസ്തകം? 16-ലാണ് തോന്നുന്നു. 19 കണ്ടുണ്ട്. 16 പഠിക്കുക. റീഡ് ഇൻ ഇംഗ്ലീഷ്. And the sixth angel poured out his veil upon the great water of Euphrates, and the water therefore was dried up. The way of the kings of the east might be prepared. And I saw the three unclean spirits. യൂഫ്രട്ടീസ് നദിയുടെ കീഴ് ബന്ധിച്ചിരിക്കുന്ന 3 അശുദ്ധാത്മാക്കളെ അഴിച്ചുവിട്ടു. അവരെന്ത് ചെയ്തു? പോയി കിഴക്കൻ രാജാക്കന്മാരെ യുദ്ധത്തിനായിട്ട് വായിച്ച്. And I saw the 3 unclean spirits like the frogs come out of the mouth of the dragon, and out of the mouth of the beast, out of the mouth of the false prophet, and for there are the spirits of the devil working miracles. For they are the spirit of devil. അവരെന്ത് ചെയ്തു? 3 അശുദ്ധാത്മാക്കൾ, കള്ളപ്രവാദികളുടെ മൃഗത്തിൻ്റെയും സാത്താൻ്റെയും അല്ലേ വായിൽ നിന്ന് ഈ തവളയെ പോലുള്ള, തവള എന്ന് പറഞ്ഞെന്താ? അതൊരു സ്പിരിറ്റാണ്. തവള എന്ന് പറഞ്ഞത് 2 ആത്മാവ്, 2 അത് കരയിലും വസിക്കും വെള്ളത്തിൽ പോയി ഇല്ലയോ? ചില ആളുകളെ പോലെയാണ്. പെന്തിക്കോസുകാരുടെ കുടുംബം പെന്തിക്കോസുകാർ. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോക മനുഷ്യനും പാർട്ടിക്കാരും മറ്റൊരു മറിച്ചൊരുമായിട്ട് മാറുന്ന ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവയോ ഡബിൾ ഗെയിം കളി, ഈ കോർട്ടിനും കളിക്കും ആ കോർട്ടിനും കളിക്കും. അതായത് മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. മത നേതാവുമാണ്, രാഷ്ട്രീയ നേതാവുമാണ്. ഏത് വിധത്തിലും മനുഷ്യനെ ക്രിസ്തുവിനെതിരായി നിർത്തുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. വായിക്കാം. കണ്ടിന്യൂസ്. For they are the spirits of devil working miracles, which go forth unto the kings of the earth and of the old world to gather them to the battle of the great day of God Almighty. നോക്കണം. ബാറ്റിൽ ഓഫ് ദി ഗ്രേറ്റ് ഗോഡ് ഓൾമൈറ്റി. സർവശക്തനായ ദൈവത്തിൻ്റെ യുദ്ധ ദിവസത്തിന് എതിരായിട്ട്
ഈ ലോകത്തുള്ള മനുഷ്യരെ കൂട്ടി വളർത്തുന്ന ഹർമോദോൻ യുദ്ധത്തിന് വേണ്ടി ഒരുക്കുന്ന ശക്തികളാണിത്. ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്, വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ 4 ശക്തികൾ: വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ. ഇതാണ് ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചില നമുക്കറിയാം ഹിന്ദുക്കളുടെ ഇതിലെ 33 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അതങ്ങനെ 33 കോടി. മനുഷ്യന് അജ്ഞതയുടെ കാലത്തിൽ ഓരോ എവിടെയെങ്കിലും എന്തൊക്കെ അത്ഭുതങ്ങളെല്ലാം കണ്ട് ഓരോ പേരിൽ അങ്ങനെ ആരാധിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ ദൂതന്മാരുടെ വൃന്ദം കോടികളാണുള്ളത്. വീഴ്ച പ്രാപിച്ചവരും ഈ പറഞ്ഞ പോലെ വലിയൊരു സംഖ്യയാണ് ഓരോ ഗ്രൂപ്പിലും വീണുപോയത്. ഈ വീണുപോയവരെയാണ് ഇന്ന് ഹേലിയൻസ് എന്ന് പറഞ്ഞ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് ചിലർ കണ്ടതൊക്കെ പറയുന്നത് ശരിയാണ്. അത് ഈ വീണുപോയ ദൂതന്മാരാണ് ഹേലിയൻസ് എന്ന് പറഞ്ഞ് ഇന്ന് മനുഷ്യരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ശക്തികൾ. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് ഓരോ വേഷത്തിൽ വരും. അപ്പോൾ അതിൻ്റെ ദൈവങ്ങളായിട്ട് ഇങ്ങനെ ആരാധിച്ചു. അങ്ങനെയാണ് ബഹുദൈവ ആരാധനകൾ ഈ സാത്താൻ അല്ലെങ്കിൽ ഈ ലൂസിഫർ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീണുപോയ ദൂതന്മാർ അങ്ങനെയാണ് മനുഷ്യരുടെ ഉണ്ടായത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അവരാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ ശക്തി പോരുന്നത്. ദൈവം കൊടുക്കുന്നുണ്ട്, ദൈവ അധികാരസ്ഥന്മാർ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സേവയ്ക്ക് പോകുന്നവർക്ക് ഇങ്ങനെയും കിട്ടുന്നുണ്ട്. അതാണ് അവർ ദുഷ്ടന്മാരും ചില സമയത്ത് വലിയ അധികാരത്തിൽ വരുന്നില്ലേ. അവരൊരു കാലഘട്ടം വരെയും ആ ദുഷ്ടതയുടെ പ്രവൃത്തി ചെയ്യുന്ന രാജാക്കന്മാരെ നോക്കിയാൽ അല്ലെങ്കിൽ നേതാക്കന്മാരെ നോക്കിയാൽ അവരിൽ വ്യാപരിക്കും. അവർ കരുണയില്ല, അവർക്ക് ദയയില്ല. അവർ ഈ പറഞ്ഞ പോലെ അക്രമങ്ങൾ കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ നിലനിർത്താൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ ഒരു വഴിയാണ്. എന്നാൽ ദൈവികമായ കാഴ്ചപ്പാടിൽ കൂടെ വരുന്ന രാജാക്കന്മാരുണ്ട്. ഇപ്പോൾ ശൗല്, ദാവീദ് രാജാക്കന്മാരുടെ ചരിത്രം നോക്കിയാൽ ഇങ്ങനെ കാണാം. ഇതുപോലെ തന്നെയാണ് ആത്മീയ ശുശ്രൂഷയിൽ. ഇപ്പോൾ ഒരിക്കൽ ഞാൻ അഭിഷേകം പ്രാപിച്ച് 8 കൃപാവരങ്ങൾ ജ്വലിച്ചാലും പിന്നീട് എൻ്റെ ശരീരത്തിൽ പരീക്ഷകൾ വരാം, തെറ്റുകുറ്റങ്ങൾ വരാം, പാപങ്ങൾ പ്രവേശിക്കാം. ചില സമയത്ത് നമ്മൾ അഹങ്കാരവും നിങ്ങളും കൂടി നശിക്കാതെ നീക്കിരിക്കുന്നതിന് വേണ്ടി ദൈവം താഴ്ത്താൻ അനുവദിച്ചു കൊടുക്കും. അപ്പോൾ ചില വീഴ്ചകളും താഴ്ചകളും ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളവർ മുമ്പിൽ നിന്നാവിഷയങ്ങളാക്കി മാറ്റുമ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്കൊരു താഴ്മയും താഴ്ച ഉണ്ടാകാനൊരു സമയം തരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡൻ്റായി. അത് നടു റോഡിൽ വാഹനങ്ങൾ തിരക്കുള്ള സമയത്താണ്. നിമിഷങ്ങൾ കൊണ്ട് അടുത്ത വണ്ടി കയറാനുള്ള സർക്കംസ്റ്റൻസ് അവിടെ ഉണ്ടായി. പക്ഷേ പുള്ളി ദൈവം എന്നെ സൂക്ഷിച്ചു. പെട്ടെന്ന് ഒരു ചാടി വീണ് ഇദ്ദേഹത്തിന് മറയായി നിന്ന് ആൾക്കാരെ കൂട്ടി അവിടെ സർക്കിൾ ഉണ്ടാക്കി തന്നെ അവിടെ നിന്ന് മുക്കിയെടുത്തു. ബോധമില്ലായിരുന്നു. നോക്കണം, നമുക്കറിയാം ചെളിപുഴ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമല്ലേ, വാഹനങ്ങൾ ഒഴുകിക്കൊണ്ട സമയത്ത് ഒറ്റ മൈനൂട്ട് സെക്കൻഡ് മതി വണ്ടി കയറാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശകലം ഈയിടെയായിട്ട് ഇത്തിരി പിന്മാറ്റം ഉണ്ടല്ലോ. അയ്യോ, ശകലമല്ല, ഒരുപാടുണ്ടായിരുന്നു, അത് ഇവനെ പഠിപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ചില സമയങ്ങളിൽ ചില അനുഭവങ്ങളോട് നമ്മൾ തിരുത്താൻ വേലക്കാരെ, സുവിശേഷ വേലക്കാരെ അല്ലെങ്കിൽ വരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് പോകുമ്പോൾ അറിയാതെ മറ്റവരോട് കയറും. അപ്പോൾ ദൈവം ചിലപ്പോൾ താഴ്ത്തും, നിന്ദിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ശത്രുക്കളെ എഴുന്നേൽപ്പിക്കും. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ സഭയ്ക്കോ വേലയ്ക്കോ എതിരായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും എഴുന്നേറ്റാൽ അവരെ നമ്മൾ ശത്രുക്കളായി കാണരുത്. അത് BJP-കാരാണെന്നോ അല്ലെങ്കിൽ CPM-കാരോ CPM-കാരോ ഇതൊന്നും അല്ല വിഷയം. എന്തുകൊണ്ടാണ് ദൈവം ഇവരെ എഴുന്നേൽപ്പിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെയും, നിങ്ങൾ ആ ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ വായിച്ചു നോക്കി, രാജാക്കന്മാരുടെ പുസ്തകം, ദൈവ പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ ജനം പിന്മാറുന്ന സമയത്തിൽ ദൈവം പെലിസ്ത്യരെ എഴുന്നേൽപ്പിക്കും, പിന്നീട് മീദിയാന്യരെ എഴുന്നേൽപ്പിച്ചു, മറ്റ് പല ജാതികൾ, മോവാബ്യരെ, അമ്മോന്യരെയൊക്കെ എഴുന്നേൽപ്പിച്ച് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കും. അപ്പോൾ അവർ അനുദപിക്കും, നിലവിളിക്കും. ഇതാണ് പെന്തിക്കോസ്തുകാരായ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കെതിരായിട്ട് ഇനി ഗവൺമെൻറ് ആയിരുന്നാലും ശരി, പ്രാദേശിക പാർട്ടി നേതാക്കന്മാരായിരുന്നാലും ശരി, എഴുന്നേൽക്കുന്ന സമയത്തിൽ അടുത്ത പാർട്ടികളെ ഉണ്ടാക്കിക്കൊണ്ട് പ്രതിരോധിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരും ഒന്ന് പ്രതിരോധിച്ചോട്ടെ, അത് കുഴപ്പമില്ല, ദൈവം അയച്ചിട്ട് ആരെങ്കിലും ചെയ്തു. പക്ഷേ നമ്മളതിനുവേണ്ടി ഉത്സാഹിക്കരുത്. നമ്മൾ പ്രാർത്ഥനയും ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ട് എൻ്റെ നാമം ധരിക്കപ്പെട്ടതായ എൻ്റെ ജനം, 2 ദിനവൃത്താന്തം 7:14 അവിടുന്ന് വായിക്കുന്നത്, എൻ്റെ നാമം ധരിക്കപ്പെട്ടതായ എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരും. അല്ലേ? എത്ര വസനം? 7:14. 2
നാലാഗമം ദിനവൃത്താന്തം 7:14 പഠിക്കുക. തങ്ങളെ താഴ്ത്തി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ മുഖം തേടി, തങ്ങളുടെ തെറ്റായ വഴികൾ. ഒരു കാര്യം സത്യമാണ് പ്രിയരെ, ഞങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള പാസ്റ്റർമാരും കൃപകളെ ജ്വലിപ്പിക്കുന്ന സമയത്തിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളും പ്രവേശിക്കും. അപ്പോൾ ഇതിനെ താഴ്ത്താൻ ചിലപ്പോൾ ജഡത്തിൽ ചില പരീക്ഷകൾ വരും, ചില നിന്ദിക്കപ്പെടാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കും, ചില പ്രാകൃത സ്വഭാവങ്ങളും കയറും. പക്ഷേ ശുശ്രൂഷയ്ക്ക് കോട്ടം വരത്തില്ല. അതല്ല ചില ചോദിക്കുന്നത്. ഈ ദോഷങ്ങളൊക്കെ ചെയ്താലും അവൻ്റെ പ്രവചനം കുറവില്ല, അന്യഭാഷ കുറവില്ല, രോഗശാന്തി കുറവില്ല. നമുക്കറിയാം ഈ TV പ്രഭാഷകന്മാർ, ഓറൽ റോബർട്സിനെ പോലെ ഏറ്റവും ഉയർന്ന സ്റ്റേജിലെത്തിയ മനുഷ്യർ കൃപയിൽ നിന്ന് വീണുപോയി. ഒരു സുവിശേഷ പ്രവർത്തനം എനിക്കറിയാം, അദ്ദേഹം ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് TV കൂടെ പ്രസംഗിക്കുന്നത്. പക്ഷേ രോഗശാന്തി അടക്കും. അതൊരു അത്ഭുതമാണ്. ലഹരിയില്ലാതെ എനിക്ക് പറ്റുകയില്ല. താൻ പ്രഭാഷണത്തിന് മുമ്പും പിമ്പും ലഹരി ഉപയോഗിച്ചെങ്കിൽ ഇനി ഉറങ്ങാൻ പോകുമ്പോൾ തനിക്ക് ഇത് പറഞ്ഞുള്ള ഗുളികയും വേണം, പിൽസും വേണം. പിന്നെ എന്തുകൊണ്ടത് നടക്കുന്നത്? അത് പിശാചിൻ്റെ ആണോ? അല്ല. കാരണം ദൈവം തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല. അതല്ലേ ലൂസിഫർ വീണിട്ടും ലൂസിഫറിൻ്റെ ശക്തി കളഞ്ഞിട്ടില്ലല്ലോ. ആ ശക്തിയെ ന്യായം വിധിക്കുന്നത് വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ അവസാനത്തിലാണ്. ഇതുപോലെ പാസ്റ്റർമാർക്കും ശുശ്രൂഷകർക്കും കൊടുക്കുന്ന കൃപകളും വരങ്ങളും ജ്വലിച്ചുകൊണ്ടിരിക്കും. അത് ദൈവം എടുത്ത് കളയത്തില്ല. പക്ഷെ അവർ മാനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം കൊടുക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ശുശ്രൂഷയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കാണാൻ കഴിയുന്നുണ്ട്. അതിതായിരുന്നു കാരണം. ദൈവം അവരെ അഭിഷേകം ചെയ്തപ്പോൾ അല്ലെങ്കിൽ കൊടുത്ത കൃപാവരങ്ങൾ പെട്ടെന്ന് എടുത്തു മാറ്റുന്നില്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവർ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാതെ ഈ ശുശ്രൂഷയുടെ മറവിൽ പാപപ്രവൃത്തികൾ ചെയ്യുകയും പൈസ ഉണ്ടാക്കാനും സ്വത്ത് സ്വരൂപിക്കാനും പേരും പ്രശസ്തി ഉണ്ടാക്കാൻ പോയാൽ അവരെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 7:23 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. നിങ്ങളെൻ്റെ നാമത്തിൽ പ്രവചിച്ചു, അന്യഭാഷ പറഞ്ഞു, രോഗശാന്തി എല്ലാം ചെയ്തു, പക്ഷേ ഞാൻ നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് പിശാചാന്ന് പറയാനൊക്കില്ല. ദൈവം കൊടുത്ത വരങ്ങൾ ദൈവം തിരിച്ചെടുക്കുന്നില്ല. പക്ഷെ അവൻ പിന്നെയും മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കും. അതവൻ പാഴാക്കി കളഞ്ഞാൽ ആ അത്ഭുതം ചെയ്ത മനുഷ്യരും അടയാളം ചെയ്ത മനുഷ്യരും രോഗശാന്തി നടത്തിയവരുമൊക്കെ നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. ദൈവം ഞാൻ നിങ്ങൾ ഒരു കാലം അറിയുന്നില്ല. അക്രമക്കാരെ, നിങ്ങൾ എൻ്റെ നാമം ഉപയോഗിച്ച്, ഞാൻ തന്ന കൃപകൾ ഉപയോഗിച്ച് നിങ്ങൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി പണിയല്ല ചെയ്തത്. ശലോമോന് കൊടുത്ത ജ്ഞാനം നോക്കണം. ശലോമോന് കൊടുത്ത ജ്ഞാനം അവൻ ദേവാലയം പണിതെങ്കിലും പിന്നീട് അന്യ ദൈവങ്ങൾക്ക് അവൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയി. ഇതുപോലെ പെന്തിക്കോസ് സുവിശേഷകർ കാത്തിരുന്ന് പ്രാപിക്കുന്ന കൃപകളോ വരങ്ങളോ ദൈവരാജ്യത്തിൻ്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കാതെ തങ്ങൾക്ക് വസ്തു സമ്പാദിക്കാൻ, തങ്ങളുടെ ജഡിക മോഹങ്ങൾ നിവർത്തിക്കാനും തങ്ങളുടേതായ താല്പര്യങ്ങൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനും പോയാൽ കുറേ കഴിയുമ്പോൾ ദൈവം വിട്ടുകൊടുക്കും, നിന്ദിക്കപ്പെടും, പാർട്ടിക്കാരെ എഴുന്നേൽപ്പിക്കും, ശത്രുക്കളെ എഴുന്നേൽപ്പിക്കും, സഭയത്തിന് ഭിന്നതയുണ്ടാകും. ഇതിനെല്ലാം കാരണം നാം ദൈവത്തെ വിട്ടു പോകുന്നതുകൊണ്ടാണ്. വീണ്ടും നാം ദൈവത്തിലേക്ക് അനുഗമിച്ച് വന്നാൽ ഞാൻ നിങ്ങളുടെ ക്ഷേമത്തെ തരുമെന്ന് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് ഒരു പാസ്റ്ററോ ശുശ്രൂഷകരോ പ്രാപിക്കുന്ന കൃപാവരങ്ങൾ താൻ പിന്മാറ്റക്കാരനായാലും തന്നെ ആ വരങ്ങൾ വിട്ടു പോകത്തില്ല, പിന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊരു സത്യം. അതാണ് ദൈവം തൻ്റെ കൃപകളെയും വരങ്ങളെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. പക്ഷെ ആ വ്യക്തിക്കത് അനുഗ്രഹമായി മാറുകയില്ല. അപ്പോൾ ഭൂതശാന്തിയും രോഗശാന്തിയൊക്കെ ഉണ്ട്. ഞാനും എന്നിൽ കൂടെയും കർത്താവ് ഒരുപാട് കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മൾ അത്രയും ഈ വരങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്താ കാരണം? നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു കഥയുടെ തന്നെ എ പാർട്ട് ബി പാർട്ടുണ്ട്. നിങ്ങൾ പണ്ട് സിനിമയിൽ കാണുമ്പം CD-യില്ലേ എയും ബി ഉണ്ടല്ലോ. എ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര നൃത്തവും പാട്ടും ഡാൻസും ഭയങ്കര ബോളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തിൽ ഇതെല്ലാം മാറി സീരിയസ് ആയിട്ട് നോക്കണം. അവസാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സീരിയസ് എഫക്റ്റ് പോയിന്റിലേക്ക് വരികയാണ്. കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളെല്ലാം പിന്നീട് അധികം ചെയ്തില്ലല്ലോ.
സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളറിയാത്തൊരു സ്നാനം എനിക്ക് എടുക്കാനുണ്ട്. അത് നടക്കുമ്പോൾ ഞാൻ എത്ര ഞരങ്ങുന്നതാണ്. എന്തായിരുന്നു ആ സ്നാനം? ആ സ്നാനമാണ് കാൽവരി ക്രൂശിൽ തൻ്റെ മരണം. അതിനുവേണ്ടിയായിരുന്നു പിന്നീട് തൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ വിശ്വാസികളും വേലക്കാർ എന്നും വലിയ കൃപകളും വരങ്ങളും സഭയിൽ കാണണമെന്നൊന്നുമില്ല. അതൊക്കെ പാർട്ട് എയുടെയാണ്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ സാക്രിഫൈസായിട്ട് ദൈവത്തിൻ്റെ യാഗമായി, ജീവനും വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് സൗരഭ്യവാസനായ ദൈവത്തിന് വേണ്ടി പാനീയബലിയായി വാർക്കപ്പെട്ട് പൂർണ്ണപ്പെടുന്നതിന് വരുമ്പോൾ ഇതൊക്കെ ഒരു ഭാഗം നടക്കും. അതിനല്ല ഇമ്പോർട്ടൻസ്. നമ്മുടെ പാസ്റ്റർമാർ ഞങ്ങൾക്ക് പലപ്പോഴും പറയുമ്പോൾ താൻ ചത്ത് മീൻ പിടിക്കരുതെന്ന് പറയും കേട്ടോ. കാരക്കൽ ജോസിനോട് ഒരു ദിവസം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞതാണ്, ഒരു ചീഫ് പാസ്റ്റർ പറഞ്ഞു താൻ ചത്ത് മീൻ പിടിക്കാൻ പോകുമെന്ന് പറയും. അത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ്റെ ഇതിവൃത്തമാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ഒരു പ്രമുഖനും പ്രാഗൽഭ്യമുള്ളതായ ഒരു മുക്കുവൻ, മീൻ പിടിക്കാൻ അഗ്രഗണ്യൻ, പക്ഷേ അവസാനത്തിൽ ഒരു വലിയ മീനെ, സ്രാവ് തൻ്റെ ചൂണ്ടയിൽപ്പെട്ടു. അപ്പോൾ വലിയ സമ്പത്ത് കിട്ടുന്നതല്ലേ. അപ്പോൾ ഇവർ ഈ ചൂണ്ടക്കാർ വരുന്നുണ്ട്, ഇതിന് കുറേ ഇങ്ങനെ അയച്ച് വിട്ട് ഇത് ക്ഷീണിച്ച് കഴിയുമ്പോൾ വലിച്ചു കിടക്കും. പക്ഷേ ഇത് തന്നേക്കാൾ വലിയ മീനായിപ്പോയി. ഇത് വലിച്ച് കൊണ്ടുപോയി ഒരു ചുഴിയിലായി കഴിഞ്ഞപ്പോൾ മീനും ചുഴിയിലകപ്പെട്ടു. എന്നാൽ പിടിപെടണ്ടേ? പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് ഈ വഞ്ചി ഈളും ഈ ചുഴിക്കകത്ത് അകപ്പെട്ടു. അതാണ് അതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് കേരളത്തിൽ താൻ ചത്ത് മീൻ പിടിക്കരുത്. TPM-കാർ വേലക്കാരെ സംബന്ധിച്ചിടത്തോളം നടത്തിപ്പുകാർ ഒരിക്കലും കൃപാവരങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കത്തില്ല. ആരെങ്കിലും അങ്ങനെ ഉയർന്നു വന്നാൽ അവനെ ഇച്ചിരി താഴ്ത്തി വെക്കും, മതിരാന്ന് പറയും. കാരണം നിന്നെയാണ് ദൈവത്തിന് ഇതിൻ്റെ കൃപകളും വരങ്ങളും അല്ല ആവശ്യം. അത് ജനങ്ങൾക്കതാണ് ഇഷ്ടം. കാരണം ജനങ്ങൾ ഓടി വരും, ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടണം, സൗഖ്യം കിട്ടണം. അല്ലേ? പണ്ട് ഞങ്ങൾ കോട്ടയത്ത് ജോസഫ് പൊട്ടിച്ചാൻ ഞാനും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബോംബെ അമ്മച്ചി വിശ്വാസിയാണ്. അവർ രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. മരുന്നും ഒന്നും ആശ്രയിക്കുന്ന മരുന്നല്ല, അവർ മരുന്നിനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തെ ആശ്രയിക്കുകയാണ്. അവരുടെ മക്കൾ യാക്കോബക്കാരാണ്, ഓർത്തഡോക്സാണ്. അവർ അവിശ്വാസികളുമാണ്. അവിശ്വാസികളല്ല, പെന്തിക്കോസുകാരല്ലേ. ഇവർ പെന്തിക്കോസുകാർക്ക് എതിരാണ്. നോക്കണം, അമ്മ പെന്തിക്കോസിൽ പോയതും പെന്തിക്കോസ് എതിരാണ്. അപ്പോൾ ഈ ഫോൺ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഫോണിൽ കൂടെ പറയുക, ഫെയ്ത്തോമിന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ ഇവിടെ സുഖമില്ല, കഷ്ടപ്പെടുക. നിങ്ങളാരാ? മക്കളാണ്. നിങ്ങൾ വിശ്വാസികളല്ല, ഞങ്ങൾ യാക്കോബക്കാരാണ്. ശരി, വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴേ ആ പിള്ളേർ പറയുക, അതേ പെട്ടെന്ന് പ്രാർത്ഥിയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമായി ഞങ്ങൾക്ക് ലാഭം. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ചിലവാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാം. നോക്കണം, അവർക്കതേ ഉള്ള വിഷയം എന്ന് പറഞ്ഞതുപോലെ ഈ സൗഖ്യത്തിൻ്റെ പിന്നാലെ ഓടുന്നവരെല്ലാം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, അവർക്കവർ കാര്യം നടക്കണം, ഭൂതങ്ങൾ ഇറങ്ങണം, അതൊക്കെ നല്ല കാര്യങ്ങൾ. അത് ഈ മിനിസ്ട്രിയുടെ പാർട്ട് എയിലാണ് കൂടി നടക്കുന്നത്. പാർട്ട് ബിയിൽ നമ്മളെ തന്നെ പൂർണ്ണപ്പെടുത്തുന്ന മിനിസ്ട്രിയാണ്. പ്രത്യേകിച്ച് TPM-ൽ പണ്ട് കാലം തൊട്ടേ, അതായത് പാസ്റ്റർ ആൽവിൻ്റെ കാലത്തിൽ നടത്തിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്നെ ആരും നടത്തിയിട്ടില്ല. ഒരു പെന്തിക്കോസിലും ഈ പറഞ്ഞ അത്രത്തോളം എത്തിയ മനുഷ്യരുടെ ചുരുക്കമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് തൻ്റെ കൃപാവരങ്ങൾ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതോടുകൂടിയാണ് TPM-ലെ ഈ കൃപകൾ, ഈ പറഞ്ഞ വരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. നിന്നേക്കാളും ദൈവത്തിന് ആവശ്യം നിൻ്റെ ശുശ്രൂഷയല്ല, ശുശ്രൂഷയെക്കാളും നീയാണ് പ്രാധാന്യം. നിൻ്റെ കൃപാവരങ്ങളെക്കാളും നിൻ്റെ സ്വഭാവമാണ് പ്രാധാന്യമെന്ന് നടത്തിപ്പുകാരെപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഈ വലിയ അത്ഭുതമടയാളം നടക്കുന്നതല്ല നമുക്ക് പിരിയാണ്. യേശുവിന് പറഞ്ഞില്ലേ, ഭൂതങ്ങൾ നിങ്ങൾ കീഴ്പ്പെടുന്നതും അത്ഭുതമടയാളം നടക്കുന്നതല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിന് നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പേര് പോയാൽ എന്ത് ചെയ്യും? അതാ മോശം പറഞ്ഞു, ജീവപുസ്തകത്തിൽ ഇതിൻ്റെ പേര് മായ്ച്ചു കളയരുതേ. നമുക്ക് ജീവപുസ്തകം കഴിഞ്ഞ് കുഞ്ഞാടിൻ്റെ പുസ്തകം പോയി അത് മണവാട്ടിയുടെ പുസ്തകത്തിലേക്ക് മാറ്റുകയാണ്. അതോർത്തോണം. അപ്പോൾ കൃപാവരങ്ങളുണ്ട് അല്ലേ? കൃപാവരങ്ങളുണ്ട്. പിന്നെ ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്. 1-12-28 വായിക്കുമ്പോൾ 8 വിധമായ ശുശ്രൂഷകൾ പറയുന്നുണ്ട്. അതിനകത്ത് രോഗശാന്തികളുടെ വരം വായിച്ച് 1-12-28 ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ
രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം. രോഗശാന്തികളുടെ വരം എന്ന് പറഞ്ഞാൽ രണ്ടനുഭവം ഉണ്ട്. ഒന്ന് അത്ഭുത രോഗശാന്തി, ഒന്ന് ദൈവിക രോഗശാന്തി. ഈ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത് കർത്താവായ യേശു കൂടി വന്ന് ജനങ്ങൾക്കെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു, പലരും സൗഖ്യം പ്രാപിച്ചു. പക്ഷേ സൗഖ്യം പ്രാപിച്ച ആരും ക്രിസ്തുവിനെ പിൻപറ്റിയില്ലല്ലോ. അതല്ല യേശു പറഞ്ഞു, നിങ്ങൾ അപ്പം ഞാനും ഈ രോഗശാന്തി പ്രാപിക്കാൻ വരുന്നതല്ല, നിങ്ങൾ എൻ്റെ സത്യത്തെ പിൻപറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇന്ന് ഈ ക്രൂസൈഡുകളും വലിയ ക്രൗഡെല്ലാം കൂടുന്നതിനാണ്. രോഗശാന്തി കിട്ടാമെങ്കിൽ അവർ വരും. നാളെ നമ്മളിവിടെ ഒരു ഉണർവ് യോഗം വെച്ച് രോഗശാന്തിയൊക്കെ ആരംഭിക്കുകയെങ്കിൽ ഇവിടെയൊക്കെ ജനങ്ങൾ കൂടി നിറയും. പക്ഷേ സത്യത്തെ പിൻപറ്റുന്നവരെ വളരെ ചുരുക്കും. അതുകൊണ്ടാണ് യേശു അവസാനം സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ കഠിനപ്പെടുത്തി. രോഗശാന്തി അപ്പത്തിറ്റൊക്കെ മാറിയിട്ട് പരസ്യമായി പറഞ്ഞു, നിങ്ങളെല്ലാം പിൻപറ്റുന്നത് വചനം കേൾക്കാനല്ല. അപ്പോൾ അവരെല്ലാം വിട്ടുപോയി. അവസാനം ശിഷ്യന്മാർ മാത്രം നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ പോകാനാ നിത്യജീവൻ്റെ മൊഴികൾ അല്ലേ, നിത്യജീവമൊഴികൾ നീലുണ്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും? മതി മതി. അപ്പം ആ നിത്യജീവന്റെ വഴികളിലേക്കാണ്, ആ വചനത്തിലേക്കാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതാണ് വളരെ ചുരുക്കം. അതുകൊണ്ടാണ് ഈ വഴി വളരെ ചുരുക്കം അല്ലേ. വിശാലതയിലേക്ക് പോകുന്നവർ അധികം, പക്ഷേ ഇടുക്ക് വഴിയിൽ കൂടി അതിത്തിരി കഷ്ടമാണ്. അവിടെ വരുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും. കുറച്ച് പേര് മാത്രമേ ഈ സത്യത്തെ അവസാനം വരെ പിൻപറ്റുകയുള്ളൂ. അപ്പോൾ രോഗശാന്തികൾ വരാം, അത് നമുക്കൊരു വിഷയമായിട്ട് എടുക്കാം. അത്ഭുത രോഗശാന്തിയും ദൈവിക രോഗശാന്തിയും രണ്ടും രണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല കർത്താവായ യേശു അത്ഭുത രോഗശാന്തി നടത്തി. പക്ഷേ ദൈവിക രോഗശാന്തിയെക്കുറിച്ച് യേശു പറയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വന്നു അല്ലേ, ഒരു സുലഭക്കാരിയായ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന്, കർത്താവേ എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു പദമുണ്ട്. യേശു എന്താ പറഞ്ഞേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല. വായിച്ചേ. 6-ാം അധ്യായം 26-ാം വാക്യം. യവന സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക്, ഒരു ഗ്രീക്ക് ഇതിൽപ്പെട്ടതായ ഒരു സ്ത്രീ വന്ന് യേശുവിനോട് തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്, അപ്പം ഇതെന്താ ഒരു പ്രൈസാണ്. യഹൂദൻ ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവരെ ദൈവപുത്രന്മാരെന്നാണ് വിളിക്കുന്നത്, ദൈവമക്കൾ. ഇപ്പോൾ നമ്മൾ ബന്ധുക്കോസുകാരെ ദൈവമക്കൾ എന്ന് പറയത്തില്ലേ. എന്നാൽ മറ്റുള്ളവർക്ക് പ്രമാണമില്ല, വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ അന്യ സേവകൾ നടത്തി പ്രമാണമില്ലാതെ ജീവിക്കുന്നവരെ യഹൂദന്മാർ വിളിച്ചാണ് നായ്ക്കുട്ടികൾ. പണ്ട് ബ്രാഹ്മണന്മാർ മറ്റു ജാതികളെ കാണുമ്പോൾ നായെ എന്നാണ് വിളിക്കുന്നത്, നായ്ക്കൾ എന്നാണ് വിളിക്കുന്നത്. ബ്രാഹ്മണന്മാർ മറ്റ് താഴ്ന്ന ജാതികളെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കാതിൽ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ മദ്രാസിൽ തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിൽ കൂടെ സുവിശേഷം പറയുമ്പോൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരാൾ രക്ഷിക്കപ്പെട്ട് എൻ്റെ കൂടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരുടെ വീട്ടിലൊരു തറവാട് വീട്ടിലാണ്. ഞങ്ങൾ ഭക്ഷണത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടയിലൊക്കെ ഭക്ഷണം ഇങ്ങനെ വിളമ്പെത്തുന്ന സന്തോഷമായിരിക്കുമ്പോൾ അവിടെ പണിക്കാരൻ പുറത്തേക്ക് പോയി, ഞാൻ അറിയുന്നില്ല. അയാൾ എന്താണ് പറയാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങളോടുള്ള കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഈ അവിടുത്തെ തറവാട്ടമ്മ സ്ത്രീ പറഞ്ഞ്, നായേ നീ മാറി നിൽക്കേ. അപ്പോൾ ഞാൻ വിചാരിച്ച് പട്ടികാരൻ വന്നാന്ന് വിചാരിച്ചു. ഊണ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ പണിക്കാരനാണ്, അയാളെ വിളിക്കുന്ന നായെന്നാണ്. അവർക്കും വിഷമില്ല, പ്രമാണമില്ലാത്ത ജീവിതം എന്നതിൻ്റെ അർത്ഥം. അപ്പം ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് അന്യജാതിക്കാർക്ക് അല്ല എന്ന് യേശു അതിനകത്ത് ഒരു പോയിന്റ് ഇട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ട് ഭാഗമുണ്ട്, ദൈവിക രോഗശാന്തിയും അത്ഭുത രോഗശാന്തിയും. അത്ഭുത രോഗശാന്തിയിൽ ഈ ഭൂതങ്ങളുടെ വിടുതലും രോഗശാന്തിയൊക്കെ ഉണ്ടെങ്കിലും ഈ ദൈവിക രോഗശാന്തി എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകത രോഗശാന്തി ഉപദേശം. അതിന് എന്നൊരു വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. വെളിപ്പാട് 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ വൃക്ഷത്തിൻ്റെ ഫലം പുതിയ യെരൂശലേമിലുള്ളവർ കഴിക്കുമ്പോൾ അതിൻ്റെ ഇല രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ജാതികൾക്ക് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞു. വായിച്ച വാക്യം 22-ന്റെ
2-ാം വാക്യം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ ചില പുരാതന അമ്പലങ്ങളിലും പള്ളികളിലും, ഇപ്പോൾ അടുത്ത പള്ളി പോലെ പള്ളികളൊക്കെ, പുതുപ്പള്ളിയിലൊക്കെ ചില വൃക്ഷങ്ങൾ അല്ലെങ്കിൽ തേക്ക് മരം കാണും. ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്തുകാരൊക്കെ ഞാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പെരുന്നാളിന് ഈ കൊല്ലക്കാരൊക്കെ വന്നിട്ട് അവരുടെ ഭക്തിയുടെ കൂടുതലുകൊണ്ട് ആ കടവിൽ നിൽക്കുന്ന അവിടുത്തെ ഒഴുകുന്ന പമ്പയാറാണ്. ആ പമ്പയാറ്റ് കുളിച്ചാൽ തന്നെ ജീവജലനദിയുടെ എഫക്റ്റ് ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം പുണ്യാളത്തിൻ്റെ ഫ്രണ്ടിലുള്ള നദിയാണ്. അവിടെ വളഞ്ഞിരിക്കുന്ന ഈ തേക്കുണ്ട്, 3-4 തേക്കുണ്ട്. അതിൽ അവസാനത്തെ കിളിന്തല പോലും ഇവർ പറിച്ചുകൊണ്ട് പോയി ഉണക്കി പൊടിച്ച് രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത് നടക്കുന്ന അവർ പറയുന്നത്. അതിന് വഴി ചോദിച്ചാൽ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അത് കോമണാണ്. അതിന് ജാതി മതമൊന്നും വേണമെന്നില്ല, ഇന്നതും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മാസം തോറും അതത് ഫലം കായ്ക്കുന്ന 12 വിധ വൃക്ഷങ്ങളുണ്ട്. വായിച്ച് നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ചു. 12 വിധ ഫലം കായ്ച്ചു. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ഇതൊരു ആത്മീയ വെളിപ്പാടാണ് കേട്ടോ. ആക്ഷയമായിട്ട് അവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് അവിടുത്തെ നിങ്ങളെ അറിയത്തുള്ളൂ. ഇതൊരു ആത്മീയ വെളിപ്പാടാണ്. ദൈവരാജ്യത്തിൽ 12 വിധ ഫലം അതേതെ കാണിക്കുന്നു. 12 വിധ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ കാണിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഒന്നാണ് രോഗശാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വൃക്ഷത്തിൻ്റെ ഇല ആർക്ക് വെച്ചിരിക്കുന്നത്? വായിക്കാം. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തി. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തി. അതാണ് അത്ഭുത രോഗശാന്തി. അതിന് സൗജന്യം, അതിന് പ്രമാണമൊന്നുമില്ല. പക്ഷേ ദൈവിക രോഗശാന്തി അനുഭവിക്കണമെങ്കിൽ അതിന് പ്രമാണവും ചട്ടവും ദൈവം വെച്ചിട്ടുണ്ട്. അത് ദൈവമക്കൾ പാലിച്ചെങ്കിൽ മാത്രമേ അത് യഥാർത്ഥമായിട്ട് അവർക്ക്. അതുകൊണ്ടാണ് ചിലർ വർഷങ്ങൾ കിടന്നാലും ചിലപ്പോൾ സൗഖ്യം കിട്ടുന്നില്ല. കാരണം അവർ ആ പോയിന്റിലേക്ക് എത്തുന്നില്ല. സൗഖ്യം കിട്ടിയിട്ട് കൊടുക്കാനാണ്. ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ വഴിവിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പാസ്റ്റ, ദൈവഇഷ്ടം ചെയ്യുന്നില്ല, പ്രസംഗമൊക്കെ നല്ലതാണ്, കണ്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ദൈവമായിട്ടൊരു ഐക്യതയില്ല പോവാം. ശുശ്രൂഷ കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് രോഗം വന്നു, സൗഖ്യമാകുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ ദൈവഹിതത്തിൽ നിന്നൊരു ശകലം അന്യപ്പെട്ടു പോയപ്പോൾ ദൈവം എന്നെ ശിക്ഷിക്കാനിടയായി 3 വർഷം. അങ്ങനെയാണ് തലയ്ക്ക് ക്യാൻസർ പോലെ വന്ന് അതിനുശേഷം ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. തൊപ്പി വെച്ചതിന് ശേഷം ആൾക്കാർ ചോദിക്കാറുണ്ട്, പെന്തിക്കോസിലെ ബിഷപ്പാണോ? ബിഷപ്പന്മാർ തൊപ്പി വയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് സംശയം, പെന്തിക്കോസിലും ബിഷപ്പന്മാരുണ്ടോ? പാഷ ബിഷപ്പാണെന്ന്. ഇത് തലയ്ക്ക് സംഭവം ഉണ്ടായ ശേഷമാണ് കാറ്റടിക്കാൻ വയ്യ, തണുപ്പടിക്കാൻ വയ്യാത്തോണ്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, എനിക്ക് ലോകത്തിൻ്റെ ജ്ഞാനത്തോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഫിലോസഫിക്കലായിട്ടും തിയോളജിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ആർച്ചിയോളജിക്കലായിട്ടും ചില ബുക്സുകളൊക്കെ വരുത്തി വായിച്ച് തലയ്ക്കകത്ത് ആവശ്യമില്ലാത്ത നോളേജ് കൊണ്ട് നിറച്ചു. കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, നല്ലതാണ്. പക്ഷേ ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ നിൻ്റെ തലയെ ശുദ്ധീകരിക്കാൻ പോകുന്നു. എനിക്കൊന്നും പല ബ്രെയിൻ്റെ ഒരു ഭാഗം എടുത്ത് കളഞ്ഞെന്ന് തോന്നും. അതിനുശേഷമാണ് ഈ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒന്ന് വേറെ ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നി. അല്ലെങ്കിൽ ഞാനും വേറെ രീതിയിലേക്കൊക്കെ പോയാൽ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില സമയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനിൽ വരാൻ ചില സമയങ്ങളിൽ ഒരു പ്രവാസ ക്യാപ്റ്റിവിറ്റിക്കാരൻ ദൈവം ഉപയോഗിക്കും. അതാര് പ്രാർത്ഥിച്ചാലും സൗഖ്യമാകത്തില്ല. ഈ പാർശ്വം ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പെന്തിക്കോസിൽ എല്ലാ പാർശ്വന്മാരും പ്രാർത്ഥിച്ചാലും ഒരു വിശ്വാസിക്ക് വിലക്കാർക്ക് സൗഖ്യം കിട്ടുകയില്ല. കാരണം ദൈവിക രോഗശാന്തിയുടെ അടിസ്ഥാനത്തിലാണ് സൗഖ്യം കിട്ടുന്നത്, അത്ഭുത രോഗശാന്തി അല്ല. അത് നിങ്ങൾ ഇനിയും ഇവിടെ കിടന്നുകൊണ്ട് 21 ദിവസം മൊത്തം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ആ സൗഖ്യം കിട്ടുകയില്ല. അതാണ് ഞാൻ ജോയി ടീച്ചറിൻ്റെ മോളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിനി പ്രാർത്ഥനയിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുകയാണ്. ആ സമയം വരുമ്പോൾ ദൈവം പിടിവിക്കുക, അല്ലെങ്കിൽ മരിച്ചൊക്കെ പോകും. ഇത്രയേ ഉള്ളൂ. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ആ സമയത്ത് ഒരു വിടുതൽ കിട്ടിയ അടുത്ത ശുശ്രൂഷ, അല്ലെങ്കിൽ മരിച്ചു പോകും. അത് കണ്ടുപിടിക്കേണ്ടത് ആരാ? ജ്യോതി ടീച്ചറല്ല, മേഴ്സിയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ദൈവത്തിന് അനിഷ്ടമായ ചെയ്ത കാര്യങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യാനൊരു സമയം തരും. ആ സമയത്ത് നമ്മൾ രോഗിയായി തീരുകയും ചെയ്യും. രോഗം ദൈവത്താലല്ല, പാപത്താലാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നത്. ദൈവം തരുന്നതല്ല, ദൈവം അനുവദിക്കുന്നു. ആ കഷ്ടതയിൽ കിടന്നുകൊണ്ട് നമുക്കറിയാലോ, ക്ഷമയ സ്വർഗവും പുസ്തകത്തിനകത്തൊരു ഒരു ഭാഗം പറഞ്ഞു. ഒരു സുവിശേഷ വിലക്കാരി അടയാറിൽ വെച്ച് ഈ പറഞ്ഞ പോലെ രോഗിയായി തീർന്നു. എഴുന്നേൽക്കാൻ നടുവെല്ലാം തളർന്നുപോയി.
ആ സഹോദരി മരിക്കാറായി, മരിക്കേണ്ട സമയമായിട്ടില്ല, പക്ഷെ മരിക്കാറായി. മരിച്ചു, സ്വപ്നം കണ്ട് മരിച്ചു. സ്വർഗത്തിൽ ചെന്നപ്പോൾ സ്വർഗത്തിൽ സ്ഥാനമില്ല. ദൂതൻ പറഞ്ഞു, നിനക്കിവിടെ സ്ഥാനമില്ല, നീ നരകത്തിലേക്കാണെന്ന്. അയ്യോ, ഞാൻ TPM ശുശ്രൂഷക്കാരി 18 വർഷം വേല ചെയ്താണ്. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ പ്രവേശിക്കാൻ നിനക്ക് ഇല്ല. എന്താ കാരണം? നീ ഈ കഴിഞ്ഞ 9 വർഷം ഉണ്ടായിട്ട് നിൻ്റെ സഹോദരിയായ ഒരു ഹിന്ദു സഹോദരി, അവളോട് നീ പക വെച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ഷമിക്കാതെയാണ് നീ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്ഷമിക്കാത്തോളം പകയുള്ളവർ ഇവിടെ കെട്ടില്ലെന്ന് പറഞ്ഞു. അവിടെ ഞെട്ടിപ്പോയി. വാവിട്ട് നിറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്കൊരു അവസരം തരണമേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ ഞാൻ പോയി ക്ഷമ ചോദിച്ചോളാം. ശരി, ഒരവസരം തരാം. അടുത്ത ദിവസമുള്ള അല്പം വിടുതലായ സൗഖ്യമായി. അവൾ ഉടനെ തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരി, ഒരു ഹിന്ദുവായിരുന്ന സഹോദരി വിളിച്ചിട്ട് തൻ്റെ തെറ്റുകൾ, തൻ്റെ കാര്യങ്ങളെ ഏറ്റു പറഞ്ഞു. അവൾക്കൊരു ആനന്ദം ഉണ്ടായിരുന്നു. അവൾ ഹിന്ദുവാണ്, ഞാൻ പെന്തക്കോസ്തുകാരിയാണ്, ഞാനല്ല താഴേണ്ടത്, അവളാണ് താഴേണ്ടത്. പക്ഷേ ബൈബിൾ എന്താ പറയുന്നത്? നിൻ്റെ സഹോദരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയി നരകത്തിൽ പ്രാപിക്കണമെന്നാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് അല്പം സൗഖ്യമായി. പിന്നീട് അനേക വർഷം കർത്താവിൻ്റെ വേല ചെയ്യാനിടയായി. ഇങ്ങനെ നമ്മൾ ചില പിടിവാശികളും തന്നിഷ്ടവും കാണിച്ച് സ്വയം നശിക്കുകയാണ്. ദൈവം പറയുന്നത് എന്താ? അത് ക്രമീകരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും അസുഖമായി കിടക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചാലും സൗഖ്യം കിട്ടുന്നില്ല. അതിൻ്റെ ടൈം വരെയും നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ അനുഭവസ്ഥനാണ്. 3 വർഷം. പക്ഷേ എൻ്റെ തലയ്ക്കായിരുന്നു, അതുകൊണ്ട് ശരീരത്തിൽ കിടന്നില്ലായിരുന്നു. തല ഇങ്ങനെ, നിങ്ങൾ കണ്ടില്ല, ആ കാലങ്ങളെന്നെ എൻ്റെ മുഖം കരിക്കട്ട പോലെ കറക്കാൻ തുടങ്ങി. കീമോതെറാപ്പി ചെയ്ത പോലെ. അതെനിക്കറിയാം ഇതുകൊണ്ടാണ്. അതിന് ശേഷമാണ് എനിക്ക് പുനർജന്മം തന്ന് വീണ്ടും നിങ്ങളുടെ ഇടയിലൊക്കെ വേല ചെയ്യാനായിട്ട് ഇവിടെയാക്കിയത്. അപ്പോൾ നമ്മുടെ ചില പ്രാകൃത സ്വഭാവങ്ങൾ, ദൈവമിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരു സമയം കഴിഞ്ഞ് നമ്മളെ സന്ദർശിക്കും. അപ്പോൾ അതെല്ലാം ഏറ്റുപറയണം, നിരപ്പാകണം, അല്ലാതെ അവിടെ ചെല്ലത്തില്ല. അത് CPM-ൽ ഇനി സീനിയർ പാഷ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൗകര്യമാണെന്നൊരു പാട്ടുകാരിയോ അല്ലെങ്കിൽ ചണ്ടക്കാരിയോ എന്താന്ന് പറഞ്ഞാലും ശരി, ഇത് ക്രമീകരിക്കാതെ അങ്ങോട്ടും കയറാനൊക്കത്തില്ല. പാഷ ജിയോൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൃപകളും വരങ്ങളും അല്ല പ്രാധാന്യം, ദൈവിക സ്വഭാവത്തിൽ നമ്മൾ അനുഭവമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവിക രോഗശാന്തി നമ്മൾ അനുഭവിക്കണമെങ്കിൽ ചീഫ് പാസ്റ്റർ എന്ന് പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. നമ്മൾ ദൈവമായിട്ടുള്ള നിയമത്തിലേക്ക് വരണം. എവിടെയാണ് നിയമം? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന് തന്നെ ആ നിയമം കൊടുത്തിട്ടുണ്ട്. അവർ മിസ്രൈമിൽ നിന്ന് വന്ന് ഫറവോൻ്റെ അടിമത്തത്തിൽ വന്ന് ചെങ്കടൽ കടന്നു, സ്നാനപ്പെട്ടു. കരകയറി കഴിഞ്ഞപ്പോൾ ഒരു പരീക്ഷ അവർക്കുണ്ടായി. വായിച്ച് 15-1 മുതൽ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ അവർ മാറായി വന്നു, വെള്ളം കയ്പായി മാറി. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. 3 ദിവസം വെള്ളം കിട്ടാതെ ഒരു മനുഷ്യൻ ജീവിക്കും. ദൈവം നടത്തിക്കൊണ്ട് വരിക, ദൈവം നേരിട്ട് നടത്തുക. അങ്ങനെ 3 ദിവസം വെള്ളം കിട്ടാതെ നിരാശരായിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കണ്ടു, സന്തോഷമായി എടുത്ത് കുടിക്കാൻ തുടങ്ങി. ഭയങ്കര കയ്പ്. അവർ ദൈവത്തോട് എങ്ങനെ നീരസപ്പെടായിരിക്കും? ഇതൊക്കെയാണ് ട്രെയിനിങ്. ഇവരെ എന്തിനാണ് നടത്തുന്നത്? ഇവരെ അടിച്ച് താറാവിനെ അടിച്ച് കെട്ടുന്ന പോലെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തിലേക്ക് ഇടുവാനോ അല്ല. ഇവർ ഇസ്രായേലിൽ വന്ന് മുഴുവൻ ലോകത്തിനും മാതൃകയായി, ദൈവത്തിൻ്റെ ജനമായി, ഒരു മനുഷ്യരെ വരെ തൊടാൻ സാധിക്കാതെ ജയാളികളായിട്ട് ഭൂമധ്യയെ വന്ന് ഇസ്രായേലിൽ പാർക്കേണ്ടതായ കനാൻ ദേശത്തെ വാഗ്ദത്ത സന്തതികളാണ്. അപ്പോൾ അവിടെ പ്രവേശിക്കണമെങ്കിൽ അതിന് യോഗ്യരായി തീരാനുള്ള ട്രെയിനിങ്ങാണ് ഈ മരുഭൂമിയിൽ കൂടെ 40 വർഷം. അത് ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഒരു SP റാങ്കിൽ ഒരു IPS-കാരനോ IAS-കാരനോ അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഏതെല്ലാം പ്രതിസന്ധികൾ കൂടെ വേണം ഇവർ പോകണമെന്നറിയാം. എന്തെല്ലാം ദുരിതം പിടിച്ച് പണികളാണെന്നറിയാം. നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ഇട്ട് ഹാറ്റും വെച്ച് ബാഡ്ജ് കുത്തി വരുമ്പോൾ അതല്ല അവർ പോയ പാതകൾ. അതാണ് മിലിറ്ററിക്കാർ. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഇവർ വിശ്വാസത്തിൽ വളർന്ന് ദൈവത്തിനോട് സ്ഥിരതയാകണം. അങ്ങനെ 3 ദിവസം കഠിന ദാഹം ഉണ്ടായതിനു ശേഷം പിന്നെ കണ്ട വെള്ളം കയ്പായിരുന്നു. വായിക്കാം. മാറാന്ന് പറഞ്ഞാൽ എന്താ? മിരിയ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മൂലഭാഷ കയ്പാണ്. എന്നുവെച്ചാൽ മരിയമാരെല്ലാം കയ്പെന്നല്ല കേട്ടോ, പേരിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, കയ്പ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കയ്പേറിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ രോഗത്തിൽ അസ്വസ്ഥരായിത്തീരുക.
2 നിന്ദിക്കപ്പെടുന്ന സമയം. ഇത് രണ്ടുമാണ് മനുഷ്യർക്ക് ഏറ്റവും കൈപ്പേറിയ അനുഭവം ഉണ്ടാകുന്നത്. രോഗക്കിടക്കി കിടക്കുക. നമുക്കറിയാം, ചെറിയ തലവേദന വന്നാൽ തന്നെ എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഈ കഷ്ടാവസ്ഥയിൽ കൈപ്പേറിയ അനുഭവത്തിൽ കിട്ടിയതോ വെള്ളം. പ്രത്യേകിച്ച് ബന്ധുക്കോസ് വന്നാലോ, ഇപ്പോഴല്ല മുൻകാല ബന്ധുക്കോസ് വന്നാലും രോഗശാന്തി മസ്റ്റാണ്. ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ മറ്റുള്ളവരൊക്കെ നിൽക്കും. പിന്നെ അവർക്കാർക്ക് ഭയമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മരിച്ചാലും സ്വർഗത്തിൽ പോകുന്നത് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിന്ന് മരിക്കാൻ കൂടെ ഒരു തയ്യാറായിരുന്നു. അങ്ങനെ കൈപ്പേറിയ അനുഭവം വന്നു. മാറായിൽ വായിക്കാം. അത് കൈപ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിറുപിറുപ്പിൻ്റെ ആത്മാവുണ്ട്. അയ്യോ ദൈവമേ, ഞാൻ നിന്നെ പിൻപറ്റിയിട്ട് എനിക്ക് കഷ്ടം വന്നില്ല. ലോകമനുഷ്യരാണെങ്കിൽ അവർക്ക് ആശുപത്രി പോകാം, ഇഞ്ചക്ഷൻ എടുക്കാം, മയക്ക് മരുന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ വിശ്വാസം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ലല്ലോ എന്ന് 2ാം ഗ്രേഡിലുള്ള വിശ്വാസികൾ വേറെക്കാർക്ക് പിറുപിറുപ്പുണ്ടാകും. എല്ലാവരും ഇങ്ങനെ പിറുപിറുത്തവരല്ല, ഈ ഗ്രേഡ് കുറഞ്ഞവരും പിറുപിറുക്കും. അപ്പോൾ ദൈവം വായിക്കാം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. നോക്കണം, യഹോവയോട് അവർ അപേക്ഷിച്ചു. അപ്പം നിലവിളിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കഷ്ടങ്ങൾ പ്രയാസരോഗം പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. വായിച്ചു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വൃക്ഷം വെള്ളത്തിലിടണമെങ്കിൽ വൃക്ഷം വെട്ടപ്പെടണം. നോക്കണം, വൃക്ഷം വെട്ടപ്പെട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു. ഇതാണ് രോഗശാന്തിയുടെ ഉപദേശം. അന്ന് മുതൽ വായിക്കാം. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും. ഇപ്പൊ ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് സഭയ്ക്കൊരു ചട്ടവും പ്രമാണമാണ്. ഒരു പക്ഷേ നിങ്ങൾക്കോ എനിക്കോ നാളെ എടുക്കാൻ ബുദ്ധിമുട്ടായി വന്നാലും പ്രിയരെ, അത് ഉപദേശത്തിന് മാറ്റമില്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നമ്മൾ രൂപാന്തരപ്പെടുന്ന വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ഇത് മസ്റ്റായിട്ട് വരും. അവരോടാരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മരുന്ന് തെറ്റാണ്. മരുന്ന് ഒരിക്കലും തെറ്റല്ല. മരുന്ന് തെറ്റല്ല. പക്ഷേ പുതിയ യെരൂശലേമിൻ്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ മരുന്നെടുത്തൊരു വ്യക്തി സ്വർഗത്തിൽ പോകുന്നപ്പോൾ പോകത്തിനോടെ ഇരിക്കുന്നത്. മരുന്നോ സ്വർഗമോ പുതിയ ഭൂമിയൊന്നും ബന്ധമല്ല. പക്ഷെ ഇവിടെ പുതിയ യെരൂശലേമിലേക്ക് പോകുന്ന റേഞ്ചിലുള്ള വിശ്വാസിലാണ്. വിശ്വാസത്തിന് 3 സ്റ്റെപ്പുണ്ട്. ഒന്ന് വിശ്വാസം, പിന്നെ വിലയേറിയ വിശ്വാസം, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മറ്റൊന്ന് അതിവിശുദ്ധ വിശ്വാസം. യൂദായ പറയും, നിങ്ങളോ പ്രിയമുള്ളവർ നിങ്ങളെ. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ 3 റേഞ്ചാണ്, 30, 60. അപ്പോൾ ഈ 30ഉം 60ഉം പേര് സ്വർഗത്തിൽ പോകുമല്ലോ. ആ കൂട്ടത്തിൽ മരുന്നെടുക്കുന്ന വിശ്വാസികളും സ്വർഗത്തിൽ പോകാം. പക്ഷേ പുതിയ യെരൂശലേം എന്ന് പറയുന്നൊരു സ്പെഷ്യൽ പെക്കുലിയർ, ഒരു പ്രത്യേക വാസസ്ഥലമാണ്. അവിടെ മണവാട്ടി ക്രിസ്തു പോയ പാടുകളിൽ കൂടെ പോയി പൂർണ്ണപ്പെടുന്നവരാരോ, അത് ഏതൊക്കെ സഭയിലുണ്ടോ, എവിടെ ഏത് രാജ്യത്തുണ്ടോ അവർ. അത് നിങ്ങൾ ഞാനും പോകണമെങ്കിൽ നമ്മൾ ആ ഉപദേശം അനുസരിക്കണം. ഒരു ഉയർന്ന റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായി തീരണമെങ്കിൽ ആ രീതി പരീക്ഷ പാസ്സാകണ്ടേ. ഞങ്ങൾ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിൽ കയറിയാൽ എന്ത് ചെയ്യും? കുറേ നാളിരിക്കാം, ശരിയായ ഇൻസ്പെക്ഷൻ വരുമ്പോൾ എടുത്ത് പുറത്തു കളയും. അപ്പോൾ പുതിയ യെരൂശലേമിൻ്റെ ഉപദേശത്തിലാണ് ഈ രോഗശാന്തിയുടെ വിഷയം വരുന്നത്. എന്നാൽ മരുന്നെടുക്കുന്ന വിശ്വാസികളോ വേലക്കാരോ, ഞാൻ പറഞ്ഞ പൊതുസഭ എല്ലാവരും, അവർ മരുന്നെടുത്തുള്ളത് നരകത്തിൽ പോകത്തില്ല. അവർ അല്പമായിട്ട് ചിന്തിക്കാനും പോകരുത്. മരുന്നെടുക്കുന്നവർ താഴ്ത്തപ്പെട്ടവരാണ്. മരുന്നെടുക്കാതിരിക്കുന്നത് ഞങ്ങൾ ഏതാണ്ട് വലിയവരാണെന്ന് വിചാരിക്കരുത്. അടുത്ത നീ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ദൈവം അനുവദിക്കും. ഒരു ഉദാഹരണം പറയാം. ഞാൻ പട്ടംകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ലിങ്കൻ അറിയാം. അവിടുത്തെ ഭയങ്കര അപ്പച്ചനാണ്, പഴയ ആളാണ്. 45 വർഷം വിശ്വാസത്തിൽ രോഗശാന്തി എന്നൊരു മനുഷ്യനാണ് കേട്ടോ. 45 വർഷം. ആ അപ്പച്ചൻ്റെ ഇപ്പുറത്തെ പേരാണ് പുനലൂർ. ഭയങ്കര സ്ട്രോങ് ആണ്. സഭക്കാർക്കും വേലക്കാർക്കും വിശ്വാസികളെല്ലാം വളരെ പ്രിയങ്കരനാണ്. അപ്പോൾ ഞാൻ ആ മാറി ചെല്ലുന്ന സമയത്തിൽ ഒരു പാവപ്പെട്ട പുതിയ വിശ്വാസി, അയാൾക്ക് ഈ ഉപദേശമൊന്നും അറിയത്തില്ല, അയാൾ സൺഡേ സ്കൂൾ ടീച്ചറുമാണ്, ടീച്ചറാക്കി. പുള്ളിക്ക് എന്തോ പ്രയാസം പുള്ളി ആശുപത്രിയിൽ പോയി. അതൊന്നും ദൈവത്തിന് വിഷയമൊന്നുമല്ല. ഒരാൾ ആശുപത്രി പോകുന്ന മരുന്നെടുക്കുന്നത് തമ്പുരാൻ വിഷയമുള്ള കേസല്ല. ആര് ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു അതാണ് ദൈവം പൂർണ്ണമായിട്ട് കണക്കിടുന്നത്. നോക്കണം, ഉടനെ ഈ അപ്പച്ചനങ്ങോട്ട് സ്വയം കയറി. പുള്ളി ഇവിടെ വന്ന് സാക്ഷി പറയാം. എന്നൊക്കെ പറഞ്ഞുള്ള ഇച്ചിരി സ്പെഷ്യൽ ആളുകളൊക്കെ ഒന്ന് ഇവിടെ വന്ന് സാക്ഷി പറയുന്നുണ്ട്. നോക്കണം, ഈ പാവപ്പെട്ട മരുന്നെടുത്തപ്പോൾ ഈ പുള്ളി ഒരു സാക്ഷി, ഞാൻ 45 വർഷമായിട്ട് ഇതുവരെയും മരുന്നെടുത്തിട്ടില്ല. തന്നോട് ആര് പറഞ്ഞെടുക്കണ്ടെന്ന്?
ഞാൻ രോഗശാന്തിക്ക് വേണ്ടി പിടിച്ചു നിൽക്കുകയല്ല, ദൈവം കൊടുക്കുന്നതല്ല. ആ വാക്കിൽ തന്നെ നോക്കിക്കോണം. എൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരു മിന്നലങ്ങ് പാഞ്ഞു. ദൈവമേ, ഇയാൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അത് വിട്ടു. പിന്നെ ഞായറാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഞാൻ ഈ അപ്പച്ചൻ്റെ വീട്ടിൽ വിസിറ്റിംഗ് ചെയ്തു. ആ മർത്തോമക്കാരുടെ വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. മറ്റു മക്കളൊക്കെ വെളിയിലാണ്. അവരും മർത്തോമക്കാർ നമ്മോട് വലിയ താല്പര്യമാണ്. ഞാൻ ആ വീട്ടിൽ കയറുമ്പോൾ അവിടെ അങ്ങ് പരുങ്ങലാണ്. ഈ സ്ത്രീയും അവരുടെ ഹസ്ബൻഡും ഒക്കെ ആകെ പരുങ്ങി. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്ത് ചെയ്യും? മിണ്ടുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പച്ചൻ ആശുപത്രി പോയി. പെന്തക്കോസ്ത് വിശ്വാസമൊക്കെ പുള്ളിക്ക് പോയതാണ്. പുള്ളി ആശുപത്രി പോയി. അപ്പോൾ ഞാൻ ചിരിച്ചു. ഉടനെ ആ സ്ത്രീ മാഷത്തിനെ ചിരിക്കുന്നു. ആശുപത്രി പോകുന്ന കേൾക്കുമ്പോൾ ദുഃഖമല്ലേ? ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പുള്ളി സ്വർഗത്തിൽ പോകുന്ന ഉറപ്പായിരുന്നു. കാരണം ഇന്നലത്തെ സാക്ഷി കേട്ടപ്പോൾ പുള്ളി നരകത്തിലേക്ക് പോകത്തില്ല. തന്നെ ഉയർത്തുന്ന എതിരാളിയുടെ ആത്മാവായിരുന്നു. അതിനെ താഴ്ത്താൻ വേണ്ടിയാണ് ദൈവം അനുവദിച്ചു. പാമ്പാടി ഞാനിരിക്കുമ്പോൾ പഴയൊരു വിശ്വാസി ജനിച്ചപ്പോൾ തൊട്ട് 65 വയസ്സ് വരെ മരുന്നെടുത്തിട്ടില്ല. 65-ാമത്തെ വയസ്സ് രോഗക്കിട കിടക്കുമ്പോൾ ഞാനൊന്ന് കണ്ണൂരിലിരിക്കുകയാണ്. പാമ്പാടിൽ ആ മോനെന്നെ വിളിച്ച്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, അമ്മ ഒരു വിധത്തിലും രക്ഷയില്ല, പുള്ളിക്കാരത്തിൽ മരിക്കുന്നുമില്ല, കിടക്കാമെന്ന്. ഇവർക്ക് മറ്റുള്ളവരെ പുച്ഛമാണ്. വിശ്വാസം കുറഞ്ഞവരെയും തങ്ങളേതാണ്ട് ഗ്രേഡ് കൂടിയ വിശ്വാസികളാണെന്നൊരു തോന്നലായി അമ്മയ്ക്കിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. ഇവരിപ്പം മരിച്ചെന്ന് അറിയത്തില്ലേ? കാരണം നീളത്തിൻ്റെ ആത്മാവ്, സ്വാർത്ഥതയും ആ പരീശൻ്റെ ആത്മാവ്. അപ്പോൾ ഞാൻ അവൻ മകനോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഈ അമ്മ നിങ്ങളോട് പറയും, എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നത് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷം ഈ അമ്മ നിങ്ങളോട് പറയും, എന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോക്കോണം. എന്തോ ഭാഷയെ പറയുന്നത് ചോദിച്ചു. പുള്ളിയുടെ സ്വന്തക്കാരൻ സാറ് ചെറിയാകുഞ്ഞ് ഭാഷ ഇങ്ങനെയാണെന്നോ പറയുന്നത്? ഇത് വലിയ അത്ഭുതമായിരിക്കും. ഞാൻ പറഞ്ഞ് കൊണ്ടുപോക്കോണം, എങ്കിലേ അവർ സ്വർഗത്തിൽ പോകത്തുള്ളൂ പറഞ്ഞു. ഞാൻ പോയി മണിക്കൂറായില്ല, അവർ മകനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഭയങ്കര, എനിക്ക് ജീവിക്കണം, ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം. പിന്നെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് അവർ കൊണ്ടുപോയി ആശുപത്രി ചെന്ന് ഡോക്ടർ പറഞ്ഞു, ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇഞ്ചക്ഷൻ ചെന്നുകൂടി ഈ സ്ത്രീക്ക് ഭയങ്കര വേദനയായി, മാനസിക വേദന. അയ്യോ കർത്താവേ ക്ഷമിക്കണേ, ഇത്രയും കാലം ഞാൻ നിൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ എല്ലാം തകർന്നല്ലോ, എനിക്കിനി സ്വർഗം കിട്ടുമോ? കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ അവർക്ക് മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ നരകത്തിലെ പോകത്തുള്ളായിരുന്നു. അടുത്ത ദിവസം വീട്ടിൽ വന്ന് പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അപ്പോൾ ചില നിഗള സ്വഭാവങ്ങളെല്ലാം തകർക്കാൻ ദൈവം തന്നെ അനുവദിക്കുന്ന കേസുകളാണ്. ഇത് നമ്മളൊരു മൂപ്പന് സംഭവിച്ച കാര്യം പറയാം. കോഴിക്കോട് വെച്ചാൽ പുള്ളിക്കാൻ ഈ പറഞ്ഞ പോലെ ഉപദേശത്തിൽ ഭയങ്കര വൈരാഗ്യം കാണിക്കുന്ന ആളാണ്. ആൾ വെറും പാവ സിൻസിയറായൊരു മനുഷ്യനാണ്. ആരോ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മൾ തലയ്ക്കകത്ത് കയറി കിടന്ന് വിശ്വാസികൾ മരുന്ന് വയ്ക്കാൻ പോയി ഞാൻ ഹോസ്പിറ്റലിൽ വരച്ചില്ല, അത് എൻ്റെ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞതാണ്. പാവം, എന്നെക്കാളൊക്കെ നല്ല സൽസ്വഭാവിക നല്ല മനുഷ്യനാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ടാലി ചെയ്താൽ വെറും ശുദ്ധനായൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേറെ വൈകില്ലെന്ന് പറയാം. പക്ഷേ ആ മനുഷ്യൻ ആ വൈരാഗ്യത്തിൽ പറഞ്ഞാൽ വിശ്വാസികൾ രോഗികളായ ആശുപത്രി പോയാൽ ഞാനും ആശുപത്രി വരച്ചില്ല, അത് എൻ്റെ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞു. ആർക്കും തടസ്സമൊന്നുമില്ല, പുള്ളി വന്നില്ല, സാരമില്ല. കാരണം പുള്ളി അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെയാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുകയും എടുക്കുകയും ഇച്ചിരി പഴക്കൊക്കെ ഉണ്ടാക്കുന്ന പാട്ട് അന്നൊക്കെ ആർക്കൊന്നും പ്രശ്നമില്ല. ഇത് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് പുള്ളി ചുരത്തിൽ കൂടെ സ്കൂട്ടർ ഓടിച്ചിട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് പുള്ളി അവിടെ കിടപ്പായി, ബോധം പോയി. ആൾക്കാരെടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. മീംസ് ആശുപത്രി കൊണ്ടുപോയി അവിടെ കുറച്ച് ദിവസം കിടന്നു. അപ്പോൾ എല്ലാ വിശ്വാസികളും വേലക്കാരും തന്നെ കാണാൻ ചെന്നു. അപ്പോൾ താൻ പറഞ്ഞെന്നാന്നറിയോ, എൻ്റെ കാലൊടിഞ്ഞ് നന്നായി, ഇപ്പോഴാണ് ഞാൻ ആരാന്ന് മനസ്സിലായത്, നിങ്ങളെ പിശാചായിരുന്നു എനിക്ക്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു, ഞാൻ ആശുപത്രി പോയി കാണുകയില്ലെന്ന് മനസ്സിലായപ്പം എന്നാൽ നീ ഇവിടെ കിടക്കണം, നിന്നെ കാണാൻ വിശ്വാസികൾ വരുമെന്ന് പറഞ്ഞു. എല്ലാ വിശ്വാസികളും എന്നെ കാണാൻ വന്നു. അപ്പോൾ തനിക്കതിനെ കുറ്റബോധം വന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ രോഗശാന്തിക്ക് വേണ്ടി പിടിക്കുന്നത് അത് ഉപദേശമാണ്, നല്ല കാര്യം. പക്ഷേ അതിൽ അഹന്ത കയറരുത്. അല്ലേ? നിങ്ങളുടെ ശരീരം ഇബ്രാഹിം ലേഖനം പറയുന്നത് ചുടുവാൻ ഏൽപ്പിച്ചാലും, അല്ലേ, ചുടുവാൻ ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ. അപ്പോൾ അത് രണ്ട് ചാപ്റ്ററാണ്. ഉപദേശം ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ വളരെ ഭയത്തോടും താഴ്മയോടും പറയാം,
ഈ 48 വർഷങ്ങളായിട്ട് കർത്താവിനെ പിൻപറ്റി. തലയ്ക്ക് ക്യാൻസർ വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. നിങ്ങൾക്കറിയാം, ഞാൻ മരിച്ചവരെ പോലെ കിടന്ന സമയമൊക്കെ ഇതുകൊണ്ടായി. മരിച്ചു. കാഞ്ഞിരപ്പള്ളി യോഗത്തിൽ വെച്ച് ഞാൻ മരിച്ചതാണ്. അതിന് പകരം ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് കുമ്പളിക്കാരൻ തോമസിനെ അവിടെ പിടിച്ച് കിടത്തി 10 ദിവസം കൊണ്ട് അവനെ എടുക്കുകയും എനിക്ക് ദീർഘായുസ്സരിയും ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. മരണത്തിനുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും ഇത് നമ്മൾ തള്ളിക്കളയും. ഞങ്ങളുടെ പോലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടവരാണ്. മറ്റു ബന്ധുക്കോസുകാരെ പോലല്ല. അവർ കല്യാണം കഴിച്ച് പറയുമ്പോൾ കല്യാണം കഴിക്കാതിരിക്കുന്നുള്ള അഹന്ത കയറിയാൽ മതി, അവർ തീരും പരിപാടി. ദൈവത്തിന് അതാണ് സഹിക്കാൻ വയ്യ. നിൻ്റെ പ്രതിഷ്ഠയും വെള്ളവസ്ത്രവും നിൻ്റെ ഈ ഇരിപ്പും പൊടുപ്പൊന്നും അല്ല വിഷയം. അതിനേക്കാൾ ഉപരി കർത്താവ് നമ്മുടെ സ്വഭാവത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ ദുഃഖമേറ്റ്. അത് ചിലർക്ക് അങ്ങോട്ട് വെള്ളക്കുപ്പായം കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിലത്തും താഴെയാണ്. അയ്യോ, ഇതൊക്കെ പണ്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളൂ, ഇനി പറയുന്നില്ല. ഏതാ പിന്നെ നിലത്തും താഴെയൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ അടിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴാണ് പിന്നെ കർത്താവെ എന്ന് വിളിക്കുന്നത്. കഷ്ടിച്ച് ഇങ്ങനെയുള്ള വേലക്കാരും വിശ്വാസികൾ പുതിയ ഭൂമിയിലല്ലാതെ പുതിയ യെരൂശലേമിൽ ക്യാരക്ടർ ഫോമസ് ദൈവിക സ്വഭാവത്തിൽ പൂർണ്ണപ്പെടാത്ത ഒരുത്തനും അതിലൊരു ഉപദേശമാണ് രോഗശാന്തി. എന്തിനാ? എൻ്റെ ദൈവം എനിക്ക് സകലത്തിനും മതിയായവൻ. അവൻ സൗഖ്യമാക്കുന്ന യഹോവ. വായിച്ചു, അവിടെ വെച്ചൊരു ചട്ടവും പ്രമാണവും ദൈവം ഉണ്ടാക്കി. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവിക രോഗശാന്തിയുടെ അനുഭവം പ്രാപിക്കണമെങ്കിൽ പെന്തിക്കോസ്തിൽ അംഗമായി തീർന്നുകൊണ്ട് കാര്യമില്ല. പാഷന്മാരെ സോപ്പിട്ട് നടന്നുകൊണ്ട് പാഷന്മാരൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തവണയ്ക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസികളാണെങ്കിൽ കൂടുതൽ സമയം എടുത്ത് പ്രാർത്ഥിക്കും. ഇതൊന്നും അല്ല വിഷയം. സൗഖ്യമാക്കേണ്ട കർത്താവാണ്. അതിനുള്ള മെത്തേഡ് എന്താ? നിന്റെ ദൈവമായ യഹോവയുടെ വൈര് നീ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ രണ്ടാമത് കേട്ടിട്ട് തോന്നിയാസം നടക്കുകയല്ല, അവന് പ്രസാദമുള്ളത് ചെയ്യുകയും ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ഉപദേശത്തെ അനുസരിക്കുകയും ചെയ്താൽ രോഗമനുഷ്യനാണ് രോഗം വരുന്നത്. ആ രോഗം നമുക്ക് വരണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. ആ കാരണം കണ്ടുപിടിക്കുന്നതിന് പകരം ഇപ്പോൾ ഡോക്ടർമാരും അങ്ങനെയല്ലേ, രോഗം വരുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കും. അവർ കണ്ടുപിടിക്കുന്ന കാരണം ഭൗമികമായ കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ രക്ഷയില്ലാതെ ഡോക്ടർമാർ പറയും ഞങ്ങളുടെ പരിപാടി തീർന്നു, ഇനി പോയി പ്രാർത്ഥിച്ചോ, ദൈവം ചെയ്യട്ടെന്ന് പറയും. അങ്ങനെ ദൈവം ചെയ്ത എത്രയോ അനുഭവം ഡോക്ടർമാർക്ക് അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവിക രോഗശാന്തി ഒരു അത്ഭുത വിഷയം തന്നെയാണത്. അത് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് അപ്പം. അത് അവിടെ കിടന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ രുചിക്കുകയാണ്. യഹോവ നല്ലവനെന്ന് അങ്ങനെ ഒരു ചട്ടവും പ്രമാണം വായിച്ച് ചെയ്താൽ മിസ്രയീമിലേക്ക് വരുത്തിയ ഒരു രോഗവും വരുത്തുകയില്ല. പിന്നെ I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സംശയമുണ്ടോ? ദൈവത്തിന് അസാധ്യമായത് വല്ലതും ഉണ്ടോ? അപ്പോൾ ഡോക്ടർമാർക്ക് അവർക്കുണ്ട്. അവർ പഠിച്ചവർ ചികിത്സിക്കുന്ന രോഗസൗഖ്യമാണ്, തെറ്റൊന്നുമല്ല, മരുന്നും തെറ്റല്ല. പക്ഷേ ഇത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഉപദേശമാണ്. ആർക്ക്? മണവാട്ടിയുടെ റേഞ്ചിൽ വരുന്നവർക്കാണ്. സാധാരണ വേലക്കാർക്ക് വിശ്വാസികളുടെ ഉപദേശമല്ല ഇത്. ഇതാരും ഫോഴ്സ് ചെയ്തെടുപ്പിക്കേണ്ടതല്ല. മരുന്നെടുത്തല്ലെങ്കിൽ മരുന്നെടുത്താൽ തിരുവത്താഴം തരത്തിൽ ഇങ്ങനെ വരട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇത് നമുക്കൊരു വെളിപ്പാടാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ സൗഖ്യദായകനാണ്. അത് പണ്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അമ്മമാർക്കും അപ്പന്മാർക്കും ഇഷ്ടംപോലെ വിശ്വാസമായിരുന്നല്ലോ. അവരാരും ഫോഴ്സ് ചെയ്തതാണ്. അവർ ദൈവത്തെ രുചിച്ചു. എൻ്റെ യേശു ക്രിസ്തുവിന് അസാധ്യമായതൊന്നുമില്ല. അങ്ങനെയല്ലേ പെന്തിക്കോസ് വളർന്നത്. ആരംഭകാലത്ത് ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചതും തകർന്നു കിടന്നതിനൊക്കെ പോയി പ്രാർത്ഥിച്ച് സൗഖ്യമായതല്ലേ പലതും പെന്തിക്കോസ് വന്നത്. അവർ ആ സത്യത്തിൽ മുറുകെ പിടിച്ച് പല തലമുറയും മരിച്ചു. ഇതിപ്പോൾ നമ്മൾ 2, 3, 4 തലമുറയായി കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ അനുഭവങ്ങളില്ല. പിന്നെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഓട്ടത്തിൽ പോവുകയാണ്. പണ്ട് മുട്ടക്കാർ വിശ്വസിച്ച് പറഞ്ഞ പോലെ കരികിലെ ക്രിസ്ത്യാനികളായിട്ടാണ് നമ്മൾ പലരും പോകുന്നത്. എന്താ കരികിലെ ക്രിസ്ത്യാനി? മുട്ടത്ത് ഞാൻ ഈ സമയത്ത് ഉണർവുണ്ടായി. കന്യാസ്ത്രീമാരും അച്ഛൻ പോയവരും എല്ലാം വിശ്വാസിച്ച് വന്ന് സുവിശേഷ വരയ്ക്ക് വരെ വന്നു. കുറേ പേര് സുവിശേഷ വരയ്ക്ക് വന്ന് 2, 3 പുതിയ വേല സ്ഥാപിച്ചു. എന്നാ പരിപാടി? അപ്പം വന്നു ഉണർവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു അച്ചായൻ അവിടുത്തെ മുതലാളിയോട് പോയി സുവിശേഷം പറഞ്ഞു. ആദ്യമായിട്ടാണ് 10-30 വർഷം അവിടെ ജോലിക്കാരൻ, പക്ഷേ ആദ്യമായിട്ട് പോയി സുവിശേഷം ചാക്കോച്ചായ മാനസാന്തരപ്പെടുന്നു, സ്വർഗത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി വലിയ തീർച്ച. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അന്വേഷിച്ചപ്പം സഭ വലിയ ഉണർവാണ്. ഉണർവിൻ്റെ റിയാക്ഷനാണ്
പുള്ളി ഇങ്ങനെ പറഞ്ഞത്, എടാ നീയൊക്കെ കരികില ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് മനസ്സിലായില്ല, എന്തുവാ കരികില ക്രിസ്ത്യാനി, ചോദിക്കാനും മടി. ചാക്കോച്ചാൻ കരികില ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ആക്ഷേപവും. ഇത്രയും കാര്യമായിട്ട് ബന്ധുക്കോസിനുള്ളവർ പറഞ്ഞപ്പം കരികില ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. ഈ പാവമെന്ന് സാക്ഷി പറഞ്ഞു. ഞായറാഴ്ച എഴുന്നേറ്റ് പരസ്യമായ സാക്ഷി പറഞ്ഞു, ഞാൻ ചാക്കോച്ചൻ മുതലാളിയുടെ വീട്ടിൽ പോയി സൂചിയായിട്ട് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, നീയൊക്കെ കരികില ക്രിസ്ത്യാനിയാണ്, അധിക സമയം നിൽക്കത്തില്ലെന്നാണ്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ, അപ്പം ഞങ്ങൾ വിസിറ്റിങ് പോകുമ്പം ജീപ്പുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് റബ്ബർ തോട്ടത്തിലാണ് വീട്. ഈ ജീപ്പ് പാഞ്ഞു പോകുന്ന സമയത്ത് ഈ അടിഞ്ഞു കിടക്കുന്ന കരികിലേക്ക് എന്ത് ചെയ്യും? ഒന്ന് പൊങ്ങി ഒരു 3-4 അടി ജീപ്പിൻ്റെ പുറകെ കൂടെ ഓടും, പിന്നെ അവിടെ കിടക്കും കേട്ടോ. ഈ അനുഭവം ഇല്ലാത്ത വിശ്വാസികളും വേലക്കാരുമാണ് കരികില ക്രിസ്ത്യാനി അച്ചാൻ പറഞ്ഞത്. ചാക്കോച്ചാൻ കത്തോലിക്കലാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. അപ്പോൾ നമ്മൾ കരികില ക്രിസ്ത്യാനികളാകരുത്. പിന്നെ ആരെയാണോ? ജീവനുള്ള വിശ്വാസികളായിട്ട് മാറും. അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ ആരും കഴിയില്ല. പണ്ടൊരു ദേവദാസൻ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, ഒരു വീടിൻ്റെ കാർപോർച്ചിൽ ഒരു പാമ്പിങ്ങനെ പത്തി പൊക്കിയപ്പോൾ ആ വീട്ടിൽ നായ കുറയ്ക്കാൻ തുടങ്ങി. പാമ്പ് ശാല കഴിയുമ്പോൾ താക്കും, പിന്നെയും പൊക്കുമ്പോൾ നായ കുറയ്ക്കാൻ തുടങ്ങി. രാത്രിയിലാണ്. അപ്പോൾ അയലത്തെ നായും കുറയ്ക്കാൻ തുടങ്ങി. കാരണം ഇവൻ കുറച്ച് കേട്ടുകൊണ്ട് അവിടെ കുറയ്ക്കാൻ തുടങ്ങി. അടുത്ത നായും കുറച്ചു, അടുത്ത നായും കുറച്ചു, ഇങ്ങനെ കുറേ നടക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ രണ്ടാമത് കുറച്ച് നായ്ക്കടെയെല്ലാം കുറേ നിന്നു. അപ്പോൾ ആര് കുറച്ചുകൊണ്ടിരിക്കുകയാണ്? അവനെന്താ സംഭവിച്ചത്? അവൻ കണ്ടുകൊണ്ട് കുറയ്ക്കുകയാണ്. അവന് അനുഭവമുണ്ട്, അതുകൊണ്ട് അവൻ കുറേ നിർത്തും. മറ്റവരുടെ കുറേയൊക്കെ നിന്ന് പറഞ്ഞ പോലെ ശരിയായൊരു ഉപദ്രവം ഇവിടെ വരാമെങ്കിൽ വരും കേട്ടോ. അതൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ആരാണ് യഥാർത്ഥ പെന്തക്കോസ്തുകാരൻ, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു പരിശോധന ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ ഇത് വരാൻ പോവുകയാണ്. അത് മനഃപൂർവ്വമല്ല, ദൈവം അനുവദിക്കുന്നതാണ്. ആ പരിശോധന വരുമ്പോഴാണ് നിങ്ങളുടെ ഞായറാഴ്ചത്തെ വെള്ളമെടുപ്പെല്ലാം മാറും കേട്ടോ. വെള്ളമെടുപ്പ് മാറും. നിങ്ങൾ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പരുവത്തിൽ കൂടെ ആദ്യം കയറി വരും, പിന്നെ അതും ഇല്ലാതെ വരും. അപ്പോഴും യഥാർത്ഥ വിശ്വാസികളെ വെളിപ്പെടുത്താൻ വേണ്ടി ആ പരിശോധന വരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി ആരാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ശരിയായ കഷ്ടങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ കൃപ. അല്ലാതെ ആരുടെയും അല്ലെങ്കിൽ ആ പാസ് പറഞ്ഞ പോലെ നിങ്ങളെ ഞാൻ ആശുപത്രി ഒന്ന് കാണത്തില്ലെന്ന് പറഞ്ഞ് പുള്ളിയെ കാണേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ അഹങ്കാരം പറയാനല്ല, ഇത് അനുഭവമാണ്. താഴ്മയോടെ രോഗശാന്തി ഉപദേശം ആർക്കാ? ഇത് മക്കൾക്കുള്ള അവകാശമാണ്. അത് പ്രാപിക്കാൻ പറ്റില്ലോ. ഇതെല്ലാം വന്നെങ്കിലും എനിക്കങ്ങനെ ഇന്നുവരെയും തോന്നിയിട്ടില്ല. ഒരാവ് പിടിക്കാൻ പോലും എനിക്ക് തോന്നാറില്ല. ഈ ജലദോഷം വരുമ്പോൾ ആവ് പിടിക്കാറ് അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇത് ശരീരത്തിലുണ്ടാകുന്ന കേടല്ലേ. അതൊന്നും വലിയ വിഷയമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ദൈവം കൃപ തരുന്നു. നാളെ ആ കൃപ പോയി എന്നിൽ അഹങ്കാരം കയറിയാൽ തമ്പുരാൻ തന്നെ എന്നെ ആയുധത്തിലേക്ക് വിടും, പോകാമെന്ന് പറയും. ഇതിൻ്റെ അഹങ്കാരം തീർത്തിട്ട് വരാൻ പറയും. അതുകൊണ്ട് നാം ഭയത്തോടെ ദൈവത്തിൽ കഴിയുക. ഭയത്തോടെ ഇതിൻ്റെ പ്രവാസകാലം അവിടെ മരുന്നെടുക്കാൻ പോകുന്നതിനെ കുറ്റം പറയണ്ട. മരുന്നെടുത്ത് നീയാണ്ട് വലിയ ആളാൽ ചിന്തിക്കേണ്ട. എങ്ങനെയും ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവിക രോഗശാന്തി ഇവിടെ ഇസ്രായേലിനെ സ്ഥാപിച്ചതിന് കാരണം ഇസ്രായേൽ നിഴലും നമ്മൾ പൊരുളുമാണ്. അവരുടെ യാത്രയിൽ മിസ്രൈമിൽ നിന്ന് വിടുതൽ മാനസാന്തരത്തെ കാണിക്കുന്നു, ചെങ്കടൽ സ്നാനത്തെ കാണിക്കുന്നു. ചെങ്കടൽ സ്നാനത്തിന് മുൻകുറി സീനായിലെ പരിശുദ്ധാത്മാവിഷ്യ ഉറവ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മാറ ദൈവിക രോഗശാന്തി. അതിനുശേഷം യോർദാൻ ജയജീവിതം, മരണത്തെ ജയിച്ച. ഇങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങൾ പുതിയ നിയമസഭയുടെ നിഴലായി ഇസ്രായേലിൻ്റെ യാത്രയിൽ ഉപദേശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പോകാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് ഇസ്രായേൽ ജേർണി എന്ന് പറഞ്ഞൊരു സ്റ്റഡി നമുക്കുണ്ടായിരുന്നു. ഇസ്രായേലിൽ 40 സ്ഥലങ്ങളിൽ അവരുടെ ഓരോ സ്ഥലത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. പണ്ട് ചാർട്ടൊക്കെ ഇട്ട് നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. ഇന്നിപ്പോൾ തലമുറ മാറിയില്ലേ, അവരോട് ഇതൊക്കെ ചോദിച്ചാൽ അവർ കണ്ണു തള്ളിയിരിക്കും. ഏതാ ഈ തലമുറയോട് ഇതൊക്കെ പറയാൻ പോയാൽ അവർക്കൊന്നും സമാധാനം ഉണ്ടാകാരം. ഞാൻ സമാധാനത്തെ പറ്റി തിരുവല്ലായി പ്രസംഗിച്ചപ്പോൾ ഒരു ഉപദേശിച്ച് അച്ഛൻ ഇവിടെ പണിയൊന്നുമില്ല, ഈ അമ്പലത്തിലെ വിളക്ക് ഇതൊക്കെയാണ്. സമാധാനത്തിലെ വിളക്ക് ഒരു പ്രാസംഗികനാണ് പറയാം. അച്ഛന് വേറെ പണിയൊന്നുമില്ല, ഇവിടെ ഇതൊന്നുമല്ല അച്ഛൻ പ്രസംഗിക്കണ്ടേ, അമ്പലത്തിലെ വിളക്കാണ്. ഏതാ നിലവിളക്കിനെ പറ്റി പഠിപ്പിച്ചപ്പോഴേ നിലവിളക്കെന്നുള്ളൊരു ഉപദേശം പാർഷ KC വർഗീസ് 4 വർഷമാണ് പഠിപ്പിച്ചത്. ഒരു സഭയിൽ 4 വർഷം ആ വിളക്ക് തന്നെ, അത് സഭയ്ക്ക് നിഴലാണ്. അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തു, നടുത്തൻ്റെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സഭ.
ഇതേപ്പറ്റി വിവരിച്ചാലൊന്നും തീരത്തില്ല. 4 വർഷം ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചാണ്. അപ്പോൾ തിരുവല്ലായിൽ നമ്മുടെ ഒരു ഉപദേശി പറയും, അച്ഛൻ വേറെ പണിയില്ല, ഇത് അമ്പലത്തിലെ വിളക്കൊക്കെയാണ് ഇവിടെ കൊണ്ട് പിടിക്കുന്നത്. ഞാൻ ആ കലണ്ടർ വിളക്കില്ലേ 3 സ്റ്റേജിൽ അപകൃതം പറഞ്ഞു. കുറേ കഴിഞ്ഞ് പോകുമ്പോൾ പറയും, അയ്യോ ഇത് നല്ലൊരു ഉപദേശമാണല്ലോ അച്ഛാ, ഇപ്പോൾ പഠിച്ചപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. അപ്പോൾ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ കാര്യം പിടിക്കും. പഠിക്കാത്തൊരു ഇതൊക്കെ അലർജിയായിട്ട് മാറും അല്ലേ? പണ്ട് സായിപ്പും ബദാമയും വന്ന് കേരളത്തിൽ വന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇവിടെ കുറേ പേര് പുറകെ നടന്നൊരു കളിയാക്കിക്കൊണ്ടാണ് സായിപ്പിനെ. നിങ്ങളുടെ കാലത്തല്ല ഇല്ലേ? സായിപ്പിന് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല, തമാശ പോലെ കളിയാക്കി പോകുന്ന കൂട്ടത്തിൽ കണ്ടുണ്ട്. പിള്ളേർ സായിപ്പിൻ്റെ പുറകെ, സായിപ്പ് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇവർക്ക് രസം. പിന്നെ പലപ്പോഴും സായിപ്പ് വല്ല ചോക്ലേറ്റ് കൊടുക്കുക എന്നൊക്കെ കൊണ്ട് പോവുകയും ചെയ്യും. ഇപ്പം നിങ്ങളുടെ സന്തതികൾ വീട്ടിൽ ഇരുന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിട്ട് വരുന്നതാണ്. സന്തോഷമുണ്ട്, ചൊറിച്ചിട്ടുമുണ്ട്. കാരണം പഠിക്കാത്തൊരു കുഴപ്പമാണ്. പിള്ളേർ ഇംഗ്ലീഷ് പറയുക, എടി അവൾ നമ്മളെപ്പറ്റി കുറ്റം പറയാമെന്നു ഇംഗ്ലീഷിൽ ഏതാ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് കാര്യം പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉപദേശങ്ങൾ പഠിക്കും തോറും ഇതിൻ്റെ സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ രോഗശാന്തി ഒരു ഉപദേശമാണ്. രോഗശാന്തി ഉപദേശം മാത്രമല്ല, അത് അനുഭവം കൂടിയാണ്. യെരമ്യാ 33:6 വായിക്കുമ്പോൾ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ രോഗശാന്തി മാത്രമല്ല, ആരോഗ്യമുണ്ട്. അതിനകത്തൊരു ആരോഗ്യം, അതാണ് വൃക്ഷത്തിൻ്റെ ഫലം. തിന്നുന്തോറും നമുക്ക് ആരോഗ്യമുണ്ടാകും, ജീവനുണ്ടാകുവാനും ജീവൻ്റെ സമൃദ്ധി. വായിക്കാം. രോഗശാന്തി ആരോഗ്യം വരുത്തി, ഞാനവരെ സൗഖ്യമാക്കും, അതിനുശേഷം സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർ കൊടുക്കും. ഇതല്ല യെശയ്യാവിൽ, യേശുവിൻ്റെ കാൽവരി മരണത്തിൽ ഇത് രണ്ടുമുണ്ട്. അതാണ് പത്രോസ് എടുത്ത് പറയുന്നത്. 1 പത്രോസിൽ വായിക്കുമ്പോൾ, അവൻ്റെ അടിപ്പിണരുകളാൽ അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു, അടിയേറ്റാണ്. പീലാത്തോസ് അവനെ അടിക്കാൻ കൽപ്പിച്ചു. എന്തിനാണ്? കാൽവരി മരണത്തിൽ സാധാരണ കള്ളന്മാരെ എങ്ങനെ അടിപ്പിച്ചല്ലോ കൊണ്ട് തൂക്കുക എന്ന്. സാധാരണ കള്ളന്മാരെല്ലാം തൂക്കാൻ കയറ്റപ്പോൾ യേശു ക്രിസ്തുവിനെ അടിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ചാട്ടമാർ കൊണ്ടവനെ അടിച്ച് മുതുക ഉഴവുചാൽ പോലെ എഴുതുന്നതാണ്. പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. 2, അവരുടെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് സൗഖ്യം. പക്ഷെ ദൈവിക രോഗശാന്തിയിലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരുന്നത് വരെയും ആ സൗഖ്യം ലഭിക്കില്ല. പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്റ്റേജിൽ നമ്മൾ ദൈവമായിട്ടുള്ള ഇണങ്ങി വരണം. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. വായിച്ച് യെശയ്യാ 53:5 വാക്യം 53:5 പഠിക്കുക. നമ്മുടെ അതിക്രമങ്ങൾ നമ്മുടെ മേൽ വരേണ്ടതായി ഇനിക്കുറ്റി, പാപം അക്രമങ്ങൾ നിമിത്തം അവൻ പിടിക്കപ്പെട്ടു. നോക്കണം, ലോകത്തിന് സമാധാനം എങ്ങനെയാ? മനുഷ്യൻ പാപത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുമ്പോൾ സമാധാനമില്ല. അവൻ പാപത്തിന് വിടുതൽ പ്രാപിക്കുമ്പോൾ വലിയ സമാധാനം ഉണ്ടാകും. രോഗത്തിന് വിടുതൽ പ്രാപിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. വായിക്കാം. അവരുടെ അടിപ്പിണരുകളാൽ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതൊരു ഉപദേശമാണ്. പാപരക്ഷയോടൊപ്പം തന്നെ സ്നാനത്തിന് ഉപദേശം പോലെ തന്നെ രോഗശാന്തി തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്, മക്കളുടെ അപ്പമാണ്. അത് മുൻ തലമുറകൾ അനേകർ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മഹാദോഷികളൊന്നും അല്ല കേട്ടോ. നരകത്തിൽ പോകുന്നു പറയത്തില്ല. നരകത്തിൽ പോകുന്ന വിഷയമല്ല. രോഗശാന്തിയിൽ ഒരാൾ വിശ്വസിച്ചില്ലെന്ന് വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നാനപ്പെട്ട് യോഗ്യമായി ജീവിക്കുന്ന ഒരാൾ നരകത്തിൽ പോകത്തില്ല. പക്ഷേ ഇത് നഗരത്തിൽ പോകുന്ന ഉപദേശമാണ്. നഗരം മറ്റേ നരകം. നഗരത്തിൽ പോകണമെങ്കിൽ, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് നാം പോകണമെങ്കിൽ ഈ പടിയെല്ലാം കഴിഞ്ഞേ പോകത്തുള്ളൂ. അതിൽ അയച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ ആഭരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. 2 ഭാഷന്മാർ പറഞ്ഞില്ലേ, ഇതൊന്ന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ജനം ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു, നമ്മുടെ ഹോളൊക്കെ നിറയും. അപ്പോൾ വേറൊരു ഭാഷ പറയുന്നത്, അത് പറയുന്നതിൻ്റെ കാരണം കാണിക്ക് കൂടുതൽ കിട്ടും, ദശാംശം കൂടുതൽ കിട്ടും, അല്ല ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊരു ചെറിയ ആട്ടുകൂട്ടമേ
അതിന് വലിയ ആളുകളെന്ന് പറയേണ്ട ആവശ്യമില്ല. നിയമിക്കപ്പെട്ടവർ ഒന്നാമത് അവർക്ക് ഈ സത്യം ഏറ്റെടുക്കാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ പിതാവ് ആർഷിക്കാതെ ആർക്കും ഇല്ലാത്ത വരത്തില്ല. അപ്പോൾ നമ്മൾ അയച്ചയച്ച് കൊടുത്തിട്ട് ഉപദേശങ്ങൾ അയച്ചിട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് എന്ത് കൊടുക്കാനാണ്? ഇവരെ വേളം ഉണ്ടാക്കിയില്ലാത്ത വഴക്കുണ്ടാക്കിയില്ലാത്ത പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ. വെളിപ്പാടും ദർശനമില്ലാത്ത മനുഷ്യരെന്ത് ചെയ്യും? കടന്നു വന്നാൽ അവരെ കൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടാകും. അതിന് വേറെ സഭയുണ്ടല്ലോ, ന്യൂ ജനറേഷൻ ചർച്ചുണ്ട്, കത്തോലിക്ക സഭയുണ്ട്. അതിൽ അവിടെ പോയാൽ അഡ്മിഷൻ കിട്ടും, ജോലി കിട്ടും. വെറുതെ ബന്ധുക്കോസിൽ വരുന്ന ആരും ജീവിക്കേണ്ട ആവശ്യമില്ല. ബന്ധുക്കോസിൽ വരുന്നവർ കൃത്യമായിട്ട് ദർശനമുള്ളവരായിരിക്കണം. അതാണ് ഞാൻ TPMകാരോട് പറയുന്നത്. നിങ്ങൾക്ക് കത്തോലിക്ക സഭയിലോ യാക്കോബ സഭയിലോ പോകണമെങ്കിൽ പോവാം, പഴയ പിതാക്കന്മാരുടെ സഭയെ തേടി പോവാം, വിഷയമൊന്നുമില്ല. ആളിച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഉള്ളത് ക്ലിയറാകുമല്ലോ. മറ്റു സഭയിൽ പോകണം, പൊക്കോ. ഞാൻ എപ്പോഴും അനുവാദം തരാറില്ലേ. ഇവിടെ ആ വെളിപ്പാട് പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. അല്ലാത്തൊരു കത്തോലിക്ക സഭയിൽ യാക്കോബ സ്കൂൾ അഡ്മിഷൻ കിട്ടും, ജോലി കിട്ടും, ഒരുപാട് ആനുകൂല്യം കിട്ടും, സ്വർണ്ണം ഇടാം കേട്ടോ. അതും പെർമിഷൻ തരികയാണ്. കഴിഞ്ഞ ആഴ്ച സ്വർണ്ണം ഇടാൻ പെർമിഷൻ തന്നു. ഇനി മറ്റൊരു സഭയ്ക്ക് പോകണോ? പൊക്കോ, ഒരു വിരോധമില്ല. ആ പോട്ടെ. അവസാനത്തിൽ പരീക്ഷകളെ നേരിടാൻ കൊണ്ട് വിശ്വാസമുള്ളവർ നിൽക്കും. കാരണം ഇത്രയും കാലം കേട്ടില്ലേ, ഇനി നിൽക്കേണ്ടത് നിൽക്കും, ബാക്കി പോകുന്നൊരു പൊക്കോട്ടെ. അതുകൊണ്ട് ആൾബരുത്തത്തിലല്ല. അവൻ്റെ അടിപ്പിടരുകാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അതൊരു ഉപദേശമാണ്. ആ ഉപദേശത്തിൽ നിൽക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ. യേശു എനിക്ക് സകലത്തിനും മതിയായവൻ. അവനെൻ്റെ പാപത്തെ മാത്രമല്ല, പാസ്റ്റർ പോൾ പറയും, ഞാൻ ഈ ഉപദേശം സ്ഥാപിച്ചെങ്കിലും നാളെ ഞാൻ പിന്മാറിപ്പോകാം. മനുഷ്യനാണ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ചില പിന്മാറിപ്പോകാം, മനുഷ്യനാണ്. പക്ഷേ അടിസ്ഥാനം നിലനിൽക്കുന്നു. പോലീസ് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം. അതിലെത്രയോ മനുഷ്യർ നമ്മളെപ്പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും അറിവില്ലാത്ത മാതാപിതാക്കന്മാർ, പഴയ തലമുറയിലെ വിശ്വാസം സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ ജയിച്ചു. അവർക്ക് സയൻസിൽ ബിരുദമില്ലെങ്കിലും വിശ്വാസത്തിൽ അവർ ബിരുദമെടുത്ത് പോയവരാണ് പലരും. അവർക്കത് സ്വർഗരാജ്യം അത് മതി. സ്വർഗരാജ്യം നിങ്ങളെ ബയോകെമിസ്ട്രിയും പിന്നെ ഫിസിക്സും തിയോളജിയും ഒന്നും അവിടെ വേണ്ട. അവിടെ ഈ വിശ്വാസത്തിൽ നിലനിന്ന് അക്കരെ പോയവരാണ് അവിടെ പ്രാധാന്യം. അപ്പോസ്തലർ 14:22 വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങനെ പോയില്ലേ. അങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ എത്രയോ രക്തസാക്ഷികളാണ് മരിച്ചത്. ഇതുമാത്രം പേര് വിശ്വാസം ഇവിടെ മരിച്ചു. നിങ്ങളുടെ അപ്പനും അമ്മമാരെയൊക്കെ നോക്കിയേ. കഴിഞ്ഞ സാംകുട്ടി പാസ്റ്റർ, അതായത് ഇവരെല്ലാം ഇൻ്റർവ്യൂ ചെയ്യുന്ന സാംകുട്ടി പാസ്റ്റർ ഉണ്ടല്ലോ IPCയിലെ, അദ്ദേഹത്തോട് വേറൊരു പാസ്റ്റർ പറഞ്ഞ്, എൻ്റെ അമ്മ TPMലായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങളെല്ലാം നിർബന്ധിച്ച് പുള്ളിക്കാരത്തി ആശുപത്രി കൊണ്ടുപോയി, പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞ് ഒരു കേട്ടു. അപ്പോൾ ഈ സാംകുട്ടി പാസ്റ്റർ പറഞ്ഞു, എൻ്റെ അമ്മ IPCയിലായിരുന്നു, പക്ഷേ മരിക്കുന്നത് വരെ രോഗശാന്തിയിൽ സ്ട്രോങ് ആയിട്ടാണ് മരിച്ചത്. അപ്പോൾ IPCയും TPM എന്നുള്ളതല്ല വിഷയം. ഇത് അവനവൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. അത് വേറൊരു പാസ്റ്റർക്ക് ഫോഴ്സ് ചെയ്യാനോ സഭക്കാർക്ക് ഫോഴ്സ് ചെയ്യാനോ പറ്റത്തില്ല. സ്നാനപ്പെടാനും ഉപദേശം കൊടുക്കാം, ഇതൊരു ഉപദേശം കൊടുക്കാം. അല്ലെങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ, സ്വർണ്ണം ഊരിയില്ലെങ്കിൽ അതൊക്കെ ഊരിക്കോളും. ഊരാത്തവർക്കറിയാം അവർ ഇനി ചാകാനുണ്ടത്രേ ഉള്ളൂ. അത് ഇച്ചിരി കൂടെ ചാകാനുണ്ട്, അല്ലെങ്കിൽ പഴയത് കാണിക്കാൻ. പണ്ട് ഒരു പാസ്റ്റർ പറയാം, വെഞ്ചമത്തി പറയും, നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് ആടിനെ കണ്ടിച്ചിട്ട് അതിൻ്റെ വാലിൻ്റെ അറ്റത്തിച്ച് തോല് വെച്ചേക്കും. ഇതിനാണ് ഇതാടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി, അല്ലെ പട്ടിയാണോ മറ്റുവല്ലോ ആണോ സംശയം വരാൻ വേണ്ടി അതിൻ്റെ അറ്റത്ത്. എന്ന് പറഞ്ഞ പോലെ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടാലും ആ തോലിച്ചിൽ വെച്ചേക്കുക. ആ പഴയ സ്വഭാവം, പഴയ ജാതി, ഭാഷ, ഇത് കളയാൻ ബുദ്ധിമുട്ടാണ് ചിലർക്ക്. അതവരിങ്ങനെ വെക്കും, ഞങ്ങൾ പഴയ ഭാഷക്കാരാണ്, മറാഠികളാണ്, അല്ലെ തമിഴാണ്, ഹിന്ദിയാണ്, മലയാളിയാണെന്ന് കാണിക്കാൻ വേണ്ടി. ആ തോലിരിക്കുന്നിടത്തോളം കാലം നീ പൂർണ്ണനല്ല. ബൈബിൾ പറഞ്ഞില്ല, യാഗമൃഗത്തിൻ്റെ തോല് മൊത്തം ഉരിയണമെന്നാണ്. അതൊരിഞ്ഞ് പുരോഹിതന് കൊടുക്കണം. എന്താ കാരണം? തോലുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നായിരിക്കും. നിങ്ങൾ പണ്ട് ഈ ന്യൂട്രിൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട്, അത് തിന്നിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ന്യൂട്രിൻ ബിസ്ക്കറ്റ് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നല്ല രുചിയുള്ളൊരിതാണ്, മിൽക്ക് പ്രൊഡക്റ്റാണ്. അതൊരു 10-12 ടൈപ്പുണ്ട്. അതിൻ്റെ റാപ്പർ നീല, പച്ച, ചുവല എന്ന് പറഞ്ഞ് പലതുണ്ട്. അടുത്തത് ഒരു ഗിൽറ്റ് പേപ്പറുണ്ട്. ഇത് കളഞ്ഞ് ഈ ഗിൽറ്റ് പേപ്പർ കളഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കളർ ഒന്നാണ്. മനസ്സിലാവുന്നു? എന്ന് പറഞ്ഞ പോലെ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഭാഷയിൽപ്പെട്ടവനായാലും ശരിയായി നീ മാനസാന്തരപ്പെട്ട് ഇതിൻ്റെ തോലുരിഞ്ഞാൽ നിൻ്റെ കളർ മാറും. ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ പല കളറാണ്. കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, വെളുപ്പും ചുവപ്പുണ്ട്,
എൻ്റെ കളർ ഒരാൾ പറഞ്ഞു ഗോതമ്പിൻ്റെ കളറാണ്. ഞാനല്ല പറഞ്ഞു കേട്ടോ, പണ്ട്, ഇപ്പോഴല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ബ്ലാക്കായി. മുമ്പ് എന്നോട് പറയും ഇത് ഗോതമ്പിൻ്റെ കളറാണെന്ന് പറഞ്ഞു. ഗോതമ്പിന് ചോലയുണ്ട്, വെള്ളയുണ്ട്. അപ്പോൾ ഏത് കളറായിരുന്നാലും ശരി, തോലുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കളറാണ്. അതാണ് സംഖ്യാപുസ്തകം പറയുന്നത്, യാഗമൃഗത്തിൻ്റെ തോലുരിഞ്ഞ് ഇത് ഉരിയാത്തത്തോളം കാലം നിൻ്റെ ഭാഷ, ജാതി ഇത് കാണും. അവസരം വരുമ്പോൾ ഉടനെ ഞങ്ങൾ ഇന്നാരാണ്, മലയാളിയാണ്, തമിഴനാണ്. മലയാളിക്ക് പിന്നെ ഭാഷാ സ്പിരിറ്റൊന്നുമില്ല, അവരെവിടെ പോയാലും ഭാഷ പഠിക്കും. പക്ഷേ അവൻ്റെ ജാതി കൂടെ മാറാൻ ബുദ്ധിമുട്ടാണ്. തമിഴ് മക്കൾക്ക് അതല്ല, അവർക്ക് ഭാഷ എന്ന് പറഞ്ഞാൽ അറിയാതെ ബ്ലഡ് കിടക്കും. ഇപ്പോൾ എനിക്കുണ്ടായില്ലേ, ഞാൻ 5 വർഷം തമിഴ്നാട്ടിൽ ജീവിച്ച് തമിഴ് പഠിച്ച് കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് തമിഴ് കളയാൻ ബുദ്ധിമുട്ട്. കാരണം ആ ഭാഷയ്ക്ക് അങ്ങനെ ഒരു സ്പിരിറ്റുണ്ട്. ഒന്നാമതൊരു സംഗീത ഭാഷയാണ്, മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഭാഷയാണ്. അപ്പം വടക്കേന്ത്യയിൽ ചെന്നാൽ അത് വേറെ സ്പിരിറ്റ്, മറാഠി. അപ്പോൾ ഇതൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് പെന്തിക്കോസ്റ്റ് വന്നതിൻ്റെ തോലുരിയണം, ശരിക്കുരിഞ്ഞ് കളയണം. അവിടെ വരുമ്പോൾ എല്ലാം ഒരു കളറാകും. റാപ്പറെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റ് ന്യൂട്രിയൻ്റെ മുട്ടായുടെ കളറെല്ലാം ഒന്നായതുപോലെ ഇടയ്ക്ക് കയറ്റിയ 2 റാപ്പറുകളാണ് ജാതിയും മതവും ഭാഷയൊക്കെ. അത് ഉരിഞ്ഞു കളയണം. ക്രിസ്തുവേശുള്ളവർ ഉരിഞ്ഞു കളഞ്ഞ് രാഗമോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ രോഗശാന്തി പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ്. കർത്താവായ യേശു രോഗശാന്തി മാത്രമല്ല, വിശ്വാസത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ 1-ാം നൂറ്റാണ്ടിലേക്ക് എന്തുമാത്രം മനുഷ്യരാണ്. ഈ 1900 ആരംഭകാലങ്ങളിൽ കൊറിയയിൽ വലിയൊരു ഉണർവായി. കൊറിയയിൽ ഉണർവ് കൂടിക്കഴിഞ്ഞ സമയത്തിൽ കൊറിയ ഗവൺമെൻറ് ഒരു വിശ്വാസി കുടുംബത്തെ പിടിച്ചു. അപ്പനും മക്കളും അമ്മയും 8 പേരാണ്. കൊറിയയിലെ വിശ്വാസികളുടെ മുമ്പിൽ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് വലിയൊരു സ്റ്റേഡിയത്തിൽ എല്ലാ വിശ്വാസികളും വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഈ പ്രിയപ്പെട്ടവരെ വലിയൊരു കുഴിയെടുത്തു. നമ്മൾ JCB കുഴിയെടുക്കുന്ന പോലെ വലിയ കുഴിയെടുത്തിട്ട് ഇവരെ കുഴിക്കകത്തിറക്കി നിർത്തി. മണ്ണിട്ട് മൂടാൻ പറഞ്ഞു. മണ്ണിട്ട് മൂടി. കുട്ടികളില്ലേ, കുട്ടികളൊക്കെ ആകുമ്പോൾ കുറേ മണ്ണ് മൂടിയപ്പോഴും അവർ ശ്വാസം മുട്ടാൻ തുടങ്ങി. അതിലൊരു കുട്ടി പറഞ്ഞു, എനിക്ക് പപ്പാ മമ്മി എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നു, നമുക്ക് തൽക്കാലം യേശു അപ്പത്തിന് തള്ളിക്കളയാം, പിന്നെ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ അസ്വസ്ഥ കാണിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മോനെ നീ സ്വർഗത്തിലേക്ക് പോകും, അവിടെ പോയി കാണാം, ഞങ്ങൾ പുറകെ വരാം. അവരെ ധൈര്യപ്പെടുത്തി. അതിനുശേഷം മണ്ണിട്ട് ഈ അപ്പൻ്റെ അമ്മയുടെ കഴുത്ത് വരെ എത്തി. എന്ത് തീരുമാനിക്കുന്നു? യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താം. അവർ പറഞ്ഞു, ഞങ്ങളെ നീയല്ല രക്ഷപ്പെടുത്തി ഒരു രക്ഷകൻ ആകാശത്ത് ഞങ്ങളെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. പക്ഷേ നീ നാളെ അവിടെ വരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിലും ഒക്കത്തുള്ളതെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് മണ്ണിട്ട് മൂടി മരിക്കുകയും ചെയ്തു. അപ്പോൾ ചില വിശ്വാസികൾ ചോദിച്ചു, എന്തുകൊണ്ട് യേശു അവരെ രക്ഷിക്കാൻ വന്നില്ല? ഇപ്പോൾ ശത്രുക്കളല്ലേ ജയിച്ചത്. അപ്പോൾ അവരെന്താ പറഞ്ഞേ? യേശു ഞങ്ങളെ മാടി വിളിക്കുന്നു, അങ്ങോട്ട് പോയി. എബ്രായലേഖനത്തിൽ പറയുന്നു, അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ആ കാലത്തിൽ ഉപദ്രവങ്ങളിൽ ചിലർ ഉദ്ധാരണം കൈക്കൊണ്ടില്ല. ചിലർ നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി കടന്നാലും ഒരുപക്ഷെ സൗഖ്യം കിട്ടാതെ മരിച്ചെന്ന് വരും. പക്ഷേ ആത്മാവിന് വിടുതലയായി. ശാരീരികമായി സൗഖ്യം കിട്ടിയില്ലെങ്കിലും ആത്മാവിന് വിടുതലായി. വായിച്ച് എബ്രായലേഖനം 35-ാം വാക്യം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് അപ്പോൾ ഉയർപ്പിനെ കൊണ്ട് ഒരു ഉയർപ്പിന്റെ ദർശനം വന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ബോധനം ലഭിച്ചില്ലെങ്കിലും ഉദാഹരണം കൈക്കൊണ്ടില്ലെങ്കിലും അവർ വിശ്വാസത്തിൽ മരിച്ചു. അങ്ങനെ അവർ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് താഴെ വായിക്കുമ്പോൾ അവർ വിശ്വാസത്തിൽ മരിച്ചു. ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വായിക്കാം. ഇവർ എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തിൽ നിന്ന് അത് കണ്ട് കഴിഞ്ഞ തലമുറ നോക്കണം. വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കുക. വാഗ്ദത്തം എന്താ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരും, രോഗശാന്തി, ആരോഗ്യം തരും. വാഗ്ദത്തമാണ്. പക്ഷെ പലർക്കും കിട്ടുന്നില്ല. എങ്കിലും ഈ കാലത്തെ കഷ്ടങ്ങളല്ല, വരാൻ പോകുന്ന ശരീര രൂപാന്തരം, ആ രൂപാന്തര ശരീരം പ്രാപിച്ചുകൊണ്ട് തേജസ്സിൽ വെളിപ്പെടുന്ന സമയത്ത് ഇതെല്ലാം മാറും. അതുകൊണ്ടാണ് വാഗ്ദത്തം പ്രാപിക്കാതെ തങ്ങൾ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രിയരെ, ഈ നാളുകളിൽ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ സമയങ്ങൾ വീണ്ടെടുപ്പിൻ്റെ സമയം അടുത്തിരിക്കുന്നു. പല പരീക്ഷകൾ കൂടി നാം പോകേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
കർത്താവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. യേശു വേഗത്തിൽ വരാൻ പോവുകയാണ്. അവൻ സൗഖ്യദായകനും നമ്മെ വീണ്ടെടുക്കുന്നവനും രക്ഷിക്കുന്നവനും നമുക്ക് വിടുതൽ തരുന്നതുമാണ്. അന്നു മുതൽ ഇന്ന് വരെയും യേശു സൗഖ്യദായകനായി നമ്മോടുകൂടി ഉണ്ട്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. സൗഖ്യദായകനേശു നടത്തും തന്നെ അവനടിച്ചാലും